വൈകുന്നേരം ഒരു 5 മണിയോട് അടുക്കാറായ സമയം. ഭാമയും ഭർത്താവ് സുമേഷും ചെന്നൈയിലേക്ക് ട്രെയിൻ കയറാനായി റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ നല്ല തിരക്കുണ്ട്. ഏതോ 2 ട്രെയിൻ നിലവിൽ അവിടെ വന്ന് നിർത്തിയിട്ടിട്ടുണ്ട്. ആ ട്രെയിനുകളിൽ പോകാനുള്ളവരെല്ലാം അവരുടെ ലഗേജുകളുമായി വെപ്രാളപ്പെട്ടുകൊണ്ട് വേഗത്തിൽ അതിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഭാമ ഭർത്താവ് സുമേഷിന്റെ അരികിലിരുന്നുകൊണ്ട് ചുറ്റിലും നോക്കിക്കാണുകയാണ്. വിവിധ തരത്തിലുള്ള മിഠായിപ്പൊതികളും സീഡ്സും നിറഞ്ഞു നിൽക്കുന്ന ടീ സ്റ്റാളുകൾ. ധാരാളം ആളുകൾ വന്നു ചായ വാങ്ങുന്നു, കുടിക്കുന്നു. ചിലർ വെള്ളക്കുപ്പികളും മറ്റു ഭക്ഷണ സാധനങ്ങളും വാങ്ങുന്നു. അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ നിറയെ ധാരാളം ആളുകൾ, പലരും പല വേഷക്കാർ. ഒട്ടുമിക്ക ആളുകളുടെ കയ്യിലും വലിയ ബാഗുകൾ, പെട്ടികൾ തുടങ്ങിയവ ഉണ്ട്. വലിയ ശബ്ദത്തിൽ വിസിൽ കേട്ടതും ഭാമയുടെ മുന്നിൽ നിർത്തിയിട്ടിരിക്കുന്ന ട്രെയിൻ മെല്ലെ നീങ്ങി തുടങ്ങി. അവൾ ജനലിലൂടെ അതിനകത്തേക്ക് നോക്കി. അതിൽ കയറിയ ആളുകളിൽ ചിലർ അവരുടെ ബാഗ് സെറ്റാക്കുകയും ചിലർ ഇരിപ്പിടങ്ങളിൽ ഇരിക്കുകയുമൊക്കെ ചെയ്യുന്നുണ്ട്. ട്രെയിൻ മുന്നിൽ നിന്ന് നീങ്ങുവോളം ഭാമ അതൊക്കെ നോക്കിക്കണ്ടു. തൊട്ടടുത്തിരിക്കുന്ന ഭർത്താവ് സുമേഷ് അപ്പോഴും ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭാമയാണെങ്കിൽ ചുറ്റിലും കണ്ണോടിച്ചുകൊണ്ടും. തൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു യാത്ര, അതും ഇത്ര ദൂരെ, ചെന്നൈ പോലൊരു സ്ഥലത്തേക്ക്. ജീവിതത്തിലെ ആദ്യത്തെ ട്രെയിൻ യാത്ര. ഇത്ര അടുത്തു നിന്ന് ട്രെയിൻ കാണുന്നതും ആദ്യമായിട്ട് തന്നെ. അതിൻ്റെ ഒരു കൗതുകവും അവൾക്കുണ്ടായിരുന്നു. അന്ന് രാവിലെയാണ് ഭാമയുടെയും സുമേഷിൻ്റെയും വിവാഹം കഴിഞ്ഞത്. ആരോരുമില്ലാത്ത ഭാമ അവൾക്ക് ഓർമ്മ വെച്ച കാലം മുതലേ ഓർഫനേജിലാണ്. പണ്ട് അമ്മത്തൊട്ടിലിൽ ആരോ കളഞ്ഞിട്ട് പോയ കുട്ടിയാണ് അവൾ. വെറും 3 ആഴ്ച പ്രായമുള്ളപ്പോൾ കിട്ടിയതാണെന്ന് അവിടുത്തെ സിസ്റ്റർമാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സ്വന്തമെന്ന് പറയാനും ബന്ധമെന്ന് പറയാനും അവളുടെ ഓർമ്മയിൽ എന്നും അനാഥാലയത്തിലെ സിസ്റ്റർമാരുടെ മുഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓർഫനേജിനോട് അടുത്തുള്ള സ്കൂളിൽ തന്നെയാണ് പഠിച്ചതും. +2 കഴിഞ്ഞപ്പോൾ കുറച്ചു മാറിയുള്ള കോളേജിൽ ചേർത്തു. ബസ്സിന് പോയി വരാവുന്ന ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്ന് ഡിഗ്രി കംപ്ലീറ്റായി. ഇപ്പോൾ ടൗണിലുള്ള ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ അക്കൗണ്ടൻ്റായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവളെ തേടി സുമേഷിൻ്റെ കല്യാണാലോചന വരുന്നത്. കാണാൻ സുന്ദരൻ, ചെന്നൈയിൽ ബിസിനസ്സാണ്. പണ്ട് നാട്ടിലായിരുന്നെങ്കിലും ഇപ്പോൾ കുടുംബത്തോടെ ചെന്നൈയിൽ തന്നെ സെറ്റിൽഡ് ആണ്. സുമേഷിൻ്റെ അച്ഛനും അമ്മയും ഏറ്റവും അടുത്ത ബന്ധുക്കാരും ഒക്കെ ഇന്ന് അവരുടെ കല്യാണത്തിന് എത്തിയിരുന്നെങ്കിലും അവരെല്ലാം വിവാഹം കഴിഞ്ഞ് നേരത്തെയുള്ള ട്രെയിനിന് തന്നെ ചെന്നൈയിലേക്ക് തിരിച്ചു. ഓർഫനേജിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ വല്ലാത്ത വിഷമം തോന്നി. ഓർമ്മ വെച്ച നാൾ മുതൽ കണ്ടു വളർന്ന ഓർഫനേജാണ്. താൻ പിച്ച വെച്ച മുറ്റമാണ്. അനാഥ ആയിരുന്നെങ്കിലും അതൊന്നും അറിയിക്കാതെ വളർത്തിയ സിസ്റ്റർമാരുണ്ടവിടെ. പിന്നെ ഒപ്പം കളിച്ചും പഠിച്ചും വളർന്ന കൂട്ടുകാരികളും. എല്ലാവരെയും ഉപേക്ഷിച്ചു പോരുക എന്നത് ഏറെ വിഷമം നിറഞ്ഞ ഒരു കാര്യമായിരുന്നു. പക്ഷേ എന്നായാലും അവിടെ നിന്ന് പോന്നല്ലേ പറ്റൂ. എത്ര കാലം എന്ന് വെച്ചാ അവിടെ കഴിയുക. അവിടെ ഇനി തന്നെപ്പോലെ ആരോരുമില്ലാത്ത മറ്റു കുട്ടികൾ വരും. എപ്പോഴായാലും നമുക്കൊരു ജീവിതം ഉണ്ടാവുക എന്നത് അനിവാര്യമാണ്. താൻ മാത്രമല്ല, തൻ്റെ ഉറ്റ കൂട്ടുകാരികളായ എത്രയോ പേരെ അവിടെ നിന്നും വിവാഹം കഴിച്ചയച്ചിരിക്കുന്നു. അവരൊക്കെ ഇപ്പോൾ ഓണത്തിനോ വിഷുവിനോ ക്രിസ്മസിനോ ഒക്കെ മിഠായിയും മറ്റുമായി തങ്ങളെ കാണാൻ വരാറുണ്ട്. താനും ഇനി അതുപോലെ വന്നു പോകുന്ന ഒരു അതിഥിയായി മാറും. അവൾ അവളുടെ കഴുത്തിലെ കുഞ്ഞു താലിയിൽ പിടിച്ചു നോക്കി. ഇതുവരെ ആരുമില്ലാതിരുന്ന തനിക്ക് ഇനി മുതലെല്ലാം സുമേഷേട്ടനാണ്. സുമേഷ് അണിയിച്ച താലിയിൽ നോക്കുമ്പോൾ അവൾക്ക് വല്ലാത്തൊരു സുരക്ഷിതത്വം തോന്നി. 1 മാസം മുൻപാണ് സുമേഷ് തന്നെ വന്ന് പെണ്ണ് കണ്ടുപോയത്. പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു. സുമേഷിൻ്റെ ഫാമിലിയിലുള്ളവർ വന്നു കണ്ടു. എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു. സുമേഷേട്ടൻ്റെ അച്ഛനും അമ്മയും ഒക്കെ എന്തൊരു പാവമാണ്, ഭാമ ഓർത്തു. ഓർഫനേജ് അധികാരികൾ സുമേഷേട്ടനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ നല്ല ബന്ധമെന്ന് പറഞ്ഞു. പണ്ട് ഒറ്റപ്പാലത്ത് താമസിച്ചിരുന്ന ഫാമിലിയാണ്. അതുകൊണ്ട് തന്നെ അവരെക്കുറിച്ച് അന്വേഷിച്ചറിയാൻ അധികം ബുദ്ധിമുട്ടുണ്ടായില്ല. എല്ലാം കൊണ്ടും 1 മാസത്തിനകം തന്നെ വിവാഹം നടന്നു. അവൾ അപ്പോൾ സുമേഷിനെ ഒന്ന് ഇടം കണ്ണിട്ട് നോക്കി. സുമേഷ് ഫോണിൽ നിന്ന് തല ഉയർത്തുന്നേ ഉണ്ടായിരുന്നില്ല. ഈ ഫോണിൽ എന്താ ഇത്രയ്ക്ക് നോക്കാൻ? ഇന്ന് കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ. എന്നോട് എന്തെങ്കിലും ഒന്ന് മിണ്ടിക്കൂടെ? ആള് ഭയങ്കര നാണക്കാരനാണെന്ന് തോന്നുന്നു. പെണ്ണ് കാണാൻ വന്നപ്പോൾ മുതൽ ഇങ്ങനെയാണ്. ചെറുതായി ഒന്ന് ചിരിക്കും, അത്രയേ ഉള്ളൂ. പരിചയമില്ലാത്തതുകൊണ്ടായിരിക്കും. ശരിയായിക്കോളും. ഭാമ സുമേഷ് അറിയാതെ ഒന്നുകൂടെ അവനെ ഇടം കണ്ണാലെ നോക്കി. അപ്പോഴേക്കും സ്റ്റേഷനിൽ ചെന്നൈ മെയിൽ വരുന്നതിൻ്റെ അനൗൺസ്മെന്റ് വന്നിരുന്നു. ട്രെയിൻ 2ാമത്തെ പ്ലാറ്റ്ഫോമിൽ വന്നു നിൽക്കുന്നു എന്ന് അനൗൺസ്മെന്റ് കേട്ടു.
ചെന്നൈ മെയിൽ എന്ന് കേട്ടപ്പോൾ തങ്ങൾക്ക് പോകാനുള്ള ട്രെയിനാണെന്ന് ഭാമയ്ക്ക് മനസ്സിലായി. ഭാമ അപ്പോൾ സുമേഷിനെ നോക്കി. അവൻ്റെ ഇരുത്തത്തിൽ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. ഏട്ടാ, നമുക്ക് പോകാനുള്ള ട്രെയിനല്ലേ വരുന്നത്? ഭാമ സുമേഷിനോട് ചോദിച്ചു. സുമേഷ് അപ്പോൾ പെട്ടെന്ന് ഫോണിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തിൽ നിന്ന് ഒന്ന് ഞെട്ടിയ പോലെ അവളെ നോക്കി. എന്നിട്ട് പറഞ്ഞു, ആ അതെ, ആ ട്രെയിനാണ്. എണീറ്റോ? സുമേഷ് അതും പറഞ്ഞുകൊണ്ട് ഫോൺ പോക്കറ്റിൽ വെച്ച് എണീറ്റ് പാൻസ് ശരിയാക്കി. അവൻ്റെ ബാഗ് എടുത്ത് തോളിലിട്ടു. ഭാമ അവളുടെ ബാഗ് എടുത്ത് കയ്യിൽ പിടിച്ച് ചുരിദാറിൻ്റെ ഷോളൊക്കെ റെഡിയാക്കി. അവളും ട്രെയിനിൽ കയറാൻ തയ്യാറായി. ചെന്നൈ മെയിൽ അവിടെ സ്റ്റേഷനിൽ വന്നു നിർത്തി. സുമേഷ് പോക്കറ്റിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് അവർക്ക് കയറാനുള്ള ബോഗിക്ക് അടുത്തേക്ക് നടന്നു. സുമേഷ് മുൻപിലായി കയറി. അതിൻ്റെ പിറകിലായി ഭാമയും. അവൻ ടിക്കറ്റിലുണ്ടായിരുന്ന സീറ്റ് നമ്പർ നോക്കി സീറ്റ് ഉറപ്പിച്ചു. ഇവിടെ ഇരുന്നോ? അവൻ ജനലിന് അരികിലുള്ള സീറ്റ് ചൂണ്ടിക്കാണിച്ചു. ഭാമ വേഗം ആ സീറ്റിൽ കയറിയിരുന്നു. സുമേഷ് അപ്പോൾ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാഗ് മുകളിലായി ലഗേജ് വെക്കുന്നിടത്ത് കയറ്റിവെച്ചു. ഭാമയുടെ കയ്യിലുണ്ടായിരുന്ന ബാഗ് അവളുടെ മടിയിൽ തന്നെ ആയിരുന്നു. സുമേഷ് അവളുടെ ബാഗ് മുകളിൽ വെക്കണോ എന്നൊന്നും ചോദിച്ചില്ല. സുമേഷ് ബാഗ് അവിടെ വെച്ചത് കണ്ടപ്പോൾ ഭാമയും എഴുന്നേറ്റ് അവളുടെ ബാഗും അവിടെ വെച്ചു. ശേഷം സീറ്റിലിരുന്നു. 5 മിനിറ്റിനുള്ളിൽ തന്നെ ട്രെയിൻ അവിടെ നിന്ന് നീങ്ങി തുടങ്ങി. ജനലിന് അരികിലുള്ള സീറ്റ് ആയതുകൊണ്ട് തന്നെ ഭാമ ജനൽക്കമ്പികൾക്കിടയിലൂടെ പുറത്തേക്ക് നോക്കി. ട്രെയിന് മുന്നോട്ട് പോകും തോറും ഇളം കാറ്റ് അവളുടെ മുടിയിഴകളിലേക്ക് വന്നു തഴുകാൻ തുടങ്ങി. അവൾ മുഖത്തേക്ക് വീണുകിടക്കുന്ന മുടിയിഴകൾ ഒതുക്കിവെച്ച് പുറത്തേക്ക് കണ്ണും നട്ടിരുന്നു. റെയിൽവേ സ്റ്റേഷൻ വിട്ട് പുറത്തേക്ക് എത്തിയതും ട്രെയിനിൻ്റെ സ്പീഡ് കൂടി. അതിമനോഹരമായ കാഴ്ചകൾ. ഭാമ പുറത്തേക്ക് കണ്ണും നട്ടിരുന്നു. കുറച്ച് അങ്ങോട്ടേക്ക് എത്തിയതും സന്ധ്യ മയങ്ങി തുടങ്ങിയിരുന്നു. കൂടണയാൻ പോകുന്ന പറവകളെയും പാറിപ്പറക്കുന്ന കൊക്കുകളെയും ഒക്കെ അവൾ തെല്ലൊരു കൗതുകത്തോടെ കണ്ടു. കുറച്ചു സമയത്തിനകം തന്നെ ഇരുട്ടുമൂടി. കൂകി വിളിച്ചുകൊണ്ട് ട്രെയിൻ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഇടയ്ക്ക് ചില സ്റ്റേഷനിൽ നിർത്തുന്നുണ്ട്. ചില ആളുകൾ കയറുന്നുണ്ട്, ചിലർ ഇറങ്ങുന്നുമുണ്ട്. ഭാമ സന്തോഷത്തിൽ അതൊക്കെ നോക്കിക്കണ്ടു. പിന്നീട് കണ്ണിൽ എപ്പോഴോ ഉറക്കം വന്നു തുടങ്ങിയപ്പോഴാണ് ഓർഫനേജ് സിസ്റ്റർമാർ തന്നുവിട്ട ഭക്ഷണത്തെക്കുറിച്ച് ഭാമയ്ക്ക് ഓർമ്മ വന്നത്. അയ്യോ, പോരുമ്പോൾ അവർ പൊതിഞ്ഞു തന്ന ഭക്ഷണമുണ്ടായിരുന്നല്ലോ, അവൾ ഓർത്തു. ഏട്ടാ, ഭക്ഷണം കഴിക്കണ്ടേ? അവൾ സുമേഷിനോട് ചോദിച്ചു. അടുത്ത സ്റ്റേഷൻ എത്തട്ടെ, എന്തെങ്കിലും വാങ്ങാം, സുമേഷ് പറഞ്ഞു. ബാഗിൽ നമുക്ക് 2 പേർക്കുമുള്ള ചോറും ചിക്കൻ കറിയും എല്ലാം ഉണ്ട്. സിസ്റ്റർമാർ പൊതിഞ്ഞു തന്നതാ. ഞാനത് എടുക്കട്ടെ, നമുക്ക് കഴിക്കാം, അവൾ വലിയ താല്പര്യത്തോടെ പറഞ്ഞു. വേണ്ട, ഞാൻ എന്തെങ്കിലും വാങ്ങിക്കോളാം, നീ കഴിച്ചോ. സുമേഷ് വലിയ താല്പര്യമില്ലാതെ അത് പറഞ്ഞപ്പോൾ ഭാമയ്ക്ക് പെട്ടെന്ന് എന്തോ പോലെ തോന്നി. ഇതെന്താ ഇങ്ങനെ? കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് യാത്ര പോവുകയാണ്. എന്നോടൊന്നും മിണ്ടുന്നു പോലുമില്ല. ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറയുന്നു. അതും വലിയ അടുപ്പം കാണിക്കാതെ. ആളിനി ഇങ്ങനെ വലിയ ഗൗരവക്കാരൻ തന്നെ ആയിരിക്കുമോ? ഭാമ അപ്പോൾ ഓർഫനേജിലെ തൻ്റെ ഉറ്റ കൂട്ടുകാരിയായ ഗൗരിയെ ഓർത്തു. 2 മാസം മുൻപായിരുന്നു അവളുടെ കല്യാണം. അവളുടെ ഭർത്താവ് എന്തുമാത്രമാണ് അവളോട് സംസാരിക്കുന്നത്. ശരിക്കും അവർ കൂട്ടുകാരെ പോലെയാണ്. വിവാഹം കഴിഞ്ഞ് ഒരിക്കൽ തങ്ങളെ കാണാൻ അവർ ഓർഫനേജിൽ വന്നപ്പോൾ എന്ത് സ്നേഹത്തിലാണ് 2 പേരും. നല്ല സ്നേഹത്തോടെ അവളുടെ തോളിൽ കൈയിട്ടുകൊണ്ടാണ് സംസാരമൊക്കെ. അവളെ പൊന്നുപോലെയാ അവളുടെ ഭർത്താവും വീട്ടുകാരും നോക്കുന്നതെന്ന് പറഞ്ഞു. ആ സന്തോഷം ഗൗരിയുടെ മുഖത്ത് കാണാനുമുണ്ട്. ഓർഫനേജിൽ നിന്ന് പോകുമ്പോൾ ഉണ്ടായിരുന്ന ഗൗരിയെ ആയിരുന്നില്ല 2 മാസം കഴിഞ്ഞു തിരിച്ചു വരുമ്പോൾ. വെളുത്തു തുടുത്ത് മുഖമൊക്കെ മാറി നല്ല സുന്ദരിയായിട്ടുണ്ട്. അവരെന്ത് ഫ്രണ്ട്ലി ആയിരുന്നു. ഈ സുമേഷേട്ടൻ എന്തായിരിക്കും ഒന്നും സംസാരിക്കാത്തത്? ഭാമയ്ക്ക് ഒരു സംശയം പോലെ തോന്നി. എന്തായാലും തനിക്ക് വിശക്കുന്നു. സിസ്റ്റർമാർ സ്നേഹത്തോടെ പൊതിഞ്ഞു തന്നതല്ലേ, താൻ കഴിക്കട്ടെ എന്ന് കരുതി അവൾ എഴുന്നേറ്റ് അവളുടെ ബാഗ് എടുത്ത് മടിയിൽ വെച്ചു. ബാഗ് തുറന്നു ഭക്ഷണപ്പൊതി എടുത്തു. ആ പൊതി കണ്ടപ്പോൾ അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി. പാവം, എൻ്റെ സിസ്റ്റർമാർ സ്നേഹത്തോടെ തന്നതാണ്. സുമേഷേട്ടാ, ഞാൻ കൈ കഴുകി വരട്ടെ, അവൾ സുമേഷിനോട് ചോദിച്ചു. ആ ചെല്ല്, അവൻ പറഞ്ഞു. ഭാമ കൈ കഴുകി വന്നു പൊതി തുറന്നു. പക്ഷേ സുമേഷ് കഴിക്കാതിരിക്കുന്നത് കൊണ്ട് ഒറ്റയ്ക്ക് കഴിക്കാൻ അവൾക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പൊതി അഴിച്ചു മടിയിൽ വെച്ചെങ്കിലും അവൾ കഴിക്കാതെ അങ്ങനെ ഇരുന്നു. അപ്പോഴേക്കും ട്രെയിൻ തൊട്ടടുത്ത സ്റ്റേഷനിൽ എത്തിയിരുന്നു. സുമേഷ് അപ്പോൾ ഒന്നും പറയാതെ എണീറ്റ് പോയി ട്രെയിനിൽ നിന്ന് ഇറങ്ങി. ഏട്ടൻ ഇറങ്ങിയോ? ട്രെയിൻ പോകില്ലേ? ഭാമയ്ക്ക് വല്ലാത്ത പേടി തോന്നി. പക്ഷേ അവിടം ട്രെയിൻ കുറച്ച് അധിക സമയം നിർത്തിയിടുന്ന സ്റ്റേഷനായിരുന്നു.
അതുകൊണ്ട് തന്നെ സുമേഷ് പോയി ഭക്ഷണം വാങ്ങി തിരികെ വന്നു. ഇവിടെ ഇത്ര നേരം ട്രെയിൻ നിർത്തിയിടുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഏട്ടൻ ഇറങ്ങിയപ്പോൾ ഞാനാകെ പേടിച്ചു. തിരികെ വരുന്നതിന് മുൻപ് ട്രെയിൻ എടുത്താലോ എന്ന് കരുതി, അവൾ പറഞ്ഞു. ട്രെയിൻ അങ്ങനെ എടുക്കില്ല. സുമേഷ് അതും പറഞ്ഞ് അവൻ കൊണ്ടുവന്ന ബോക്സ് തുറന്ന് ഭക്ഷണം എടുത്ത് കഴിക്കാൻ തുടങ്ങി. ഭാമ അതൊന്ന് ശ്രദ്ധിച്ചെങ്കിലും അവളോട് മറ്റ് ചോദ്യങ്ങളൊന്നുമില്ലാത്തതുകൊണ്ട് തന്നെ അവൾ അവളുടെ കയ്യിലെ പൊതിയിലെ ഭക്ഷണവും കഴിച്ചു. കഴിച്ചു കഴിഞ്ഞ ശേഷം സുമേഷ് കൈ കഴുകി വന്ന് സീറ്റിലേക്ക് ചാരിയിരുന്നു കൊണ്ട് കണ്ണടച്ചു. ഭാമയും അതെ, കൈ കഴുകി വന്ന് സീറ്റിലേക്ക് ഒന്ന് ഒതുങ്ങിക്കിടന്നു. കണ്ണുകൾ മെല്ലെ അടച്ചപ്പോൾ അവൾക്ക് നന്നായി തണുക്കുന്ന പോലെ തോന്നി. അവൾ അവളുടെ ചുരിദാറിൻ്റെ ഷോളുകൊണ്ട് ചെറുതായൊന്ന് പുതച്ചു. ട്രെയിനിൻ്റെ കുലുക്കം മാത്രമേ അപ്പോൾ അവളുടെ ചെവിയിൽ കേൾക്കാനുണ്ടായിരുന്നുള്ളൂ. മനസ്സിൽ അപ്പോൾ ഓർഫനേജിലെ സിസ്റ്റർമാരുടെ കൂടെയുള്ള ഓർമ്മകളും. ആദ്യമായിട്ടാണ് ഒരു രാത്രി അവരെയും കൂട്ടുകാരെയും ഒക്കെ വിട്ടുനിൽക്കുന്നത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് തങ്ങളെല്ലാവരും കൂടി ഒരു റൂമിൽ കഥ പറഞ്ഞിരിക്കുന്ന രംഗം അവൾക്ക് ഓർമ്മ വന്നു. അതും ഓർത്തുകൊണ്ട് ചുണ്ടിൽ ഒരു ചെറിയ ചിരിയോടെ അവൾ ഉറക്കത്തിലേക്ക് വീണു. പിറ്റേന്ന് രാവിലെ അവൾ കണ്ണ് തുറക്കുമ്പോഴേക്കും ട്രെയിൻ ചെന്നൈ മെയിൻ സ്റ്റേഷനിൽ എത്താനായിട്ടുണ്ടായിരുന്നു. അവൾ പെട്ടെന്ന് എണീറ്റ് നോക്കിയപ്പോൾ സുമേഷിനെ കണ്ടില്ല. അവൾ ചുറ്റുമൊന്നു നോക്കി. എന്നിട്ട് വേഗം സീറ്റിൽ നിന്ന് എണീറ്റ് ഡോറിനടുത്തേക്ക് നടന്നു. സുമേഷ് അപ്പോൾ ഡോറിൻ്റെ അടുത്തായി പുറത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അവനെ അവിടെ കണ്ടപ്പോൾ അവൾക്ക് ആശ്വാസമായി. എന്താ, ഇറങ്ങാനായി, സ്ഥലമെത്തി, സുമേഷ് ഭാമയെ കണ്ടപ്പോൾ പറഞ്ഞു. അവൾ അത് കേട്ടതും വേഗം ചെന്ന് ബാഗ് എടുത്തു. ട്രെയിൻ സ്റ്റേഷനിൽ പതിയെ കൊണ്ടുചെന്ന് നിർത്തി. സുമേഷ് ഇറങ്ങി. അവൻ്റെ പിന്നാലെ ഭാമയും. സുമേഷ് അവിടെ നിന്ന് നേരെ ടാക്സി സ്റ്റാൻഡിലേക്കാണ് പോയത്. അപ്പോഴും ഭാമയോടൊന്ന് സംസാരിക്കുന്നു പോലും ഉണ്ടായിരുന്നില്ല. അവൾ അവളുടെ ബാഗും താങ്ങി പിടിച്ചുകൊണ്ട് അവൻ്റെ പിറകെ പോയി. സുമേഷ് ടാക്സിക്ക് ടോക്കൺ എടുത്തു. ടാക്സിയിൽ കയറി. ഒരു അപരിചിതയെപ്പോലെ അവളും ഒപ്പം കയറി. സുമേഷ് ടാക്സിക്കാരന് അവൻ്റെ കയ്യിലുള്ള കാർഡ് കാണിച്ചു കൊടുത്തു. അത് അവൻ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ അഡ്രസ്സായിരുന്നു. ടാക്സി സുമേഷ് താമസിക്കുന്ന ഫ്ലാറ്റിനു മുൻപിൽ ചെന്നു നിന്നു. സുമേഷ് ടാക്സിയിൽ നിന്നിറങ്ങി. ടാക്സിക്കാരന് പൈസ കൊടുത്തു. ഭാമയും ഇറങ്ങി. ഭാമ അപ്പോൾ ഫ്ലാറ്റിന് മുകളിലേക്ക് നോക്കി. കുറേ നിലകളുള്ള വലിയൊരു ഫ്ലാറ്റാണ്. അവൾ സുമേഷിനൊപ്പം ലിഫ്റ്റിൽ കയറി. 7ാം നിലയിലാണ് സുമേഷ് ലിഫ്റ്റിൽ നിന്നിറങ്ങിയത്. അവിടെ ചെന്ന് നേരെ പോയി അവൻ്റെ ഫ്ലാറ്റ് തുറന്ന് അകത്തേക്ക് കയറി. ഭാമയും അവനൊപ്പം കയറി. ഫ്ലാറ്റിനകത്ത് എത്തിയപ്പോൾ ഭാമ ഉൾവശം ഒന്നാകെ നോക്കി. വൃത്തിയില്ലാതെ ആകെ വാരി വലിച്ചിട്ടിരിക്കുന്നു. ഡൈനിങ് ഹാളിലും മേശപ്പുറത്തും കുടിച്ചു തീർത്ത മദ്യക്കുപ്പികൾ പരന്നു കിടക്കുന്നുണ്ട്. 2 മുറികളും ഒരു കിച്ചനുമാണ് പിന്നെ ആ ഫ്ലാറ്റിലുള്ളത്. അവൾ ബെഡ്റൂമിലേക്ക് ഒന്ന് കണ്ണോടിച്ചു. നിറയെ വാരി വലിച്ചിട്ടിരിക്കുന്ന തുണികൾ, ചുക്കിച്ചുളിഞ്ഞു കിടക്കുന്ന ബെഡ്ഷീറ്റ്. മറ്റേ മുറിയുടെയും അവസ്ഥ അതുതന്നെയായിരുന്നു. അടുക്കളയുടെ കഥയാണെങ്കിൽ പറയേണ്ട. അവിടെയും കുടിച്ചു തീർത്ത കുപ്പികളും അച്ചാർ പോലെ എന്തൊക്കെയോ പാക്കറ്റുകളും പാത്രങ്ങളും മറ്റു സാധനങ്ങളുമെല്ലാം വീണു കിടക്കുന്നുണ്ട്. ഭാമയ്ക്ക് ആകെ ഒരു വല്ലായ്മ തോന്നി. സുമേഷിൻ്റെ അച്ഛനെയും അമ്മയെയും ആണെങ്കിൽ അവിടെ കാണാനുമില്ല. ഭാമ റൂമിൽ ചെന്ന് സുമേഷിനെ നോക്കുമ്പോഴേക്കും അവൻ ബാത്റൂമിൽ കയറിയിരുന്നു. അവൾ അപ്പോൾ ഡൈനിങ് ഹാളിലേക്ക് ചെന്നു. പുറത്തേക്കുള്ള വാതിൽ ഒന്ന് തുറക്കാൻ നോക്കിയപ്പോഴേക്കും സുമേഷ് അത് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൾ വാതിലിൻ്റെ പിടിയിൽ 1-2 തവണ കൂടി ശക്തമായി പിടിച്ചു നോക്കി. പക്ഷേ അത് ലോക്കാണെന്ന് അവൾക്ക് മനസ്സിലായി. ഒന്ന് ഒച്ച എടുത്താൽ പോലും ആരും കേൾക്കാനില്ല. വൃത്തിയില്ലാത്ത എന്തോ ഒരു ഭയം തോന്നിക്കുന്ന അന്തരീക്ഷം. അവൾ അവിടെ ഉണ്ടായിരുന്ന പ്ലാസ്റ്റിക്കിൻ്റെ കസേരയിലിരുന്നു. സുമേഷ് വേഗത്തിൽ തന്നെ കുളി കഴിഞ്ഞ് അങ്ങോട്ട് വന്നു. വന്ന പാടെ അവൻ TV ഓണാക്കി അവിടെ സോഫയിൽ കിടന്നു. ഭാമയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത സ്ഥിതിയായിരുന്നു അപ്പോൾ. അവൾ സുമേഷിനോട് എന്തോ ഒന്ന് ചോദിക്കാൻ എന്ന പോലെ അടുത്തേക്ക് പോയെങ്കിലും പിന്നെ അവൾക്കൊന്നും ചോദിക്കാൻ തോന്നിയില്ല. അവൾ അവളുടെ ബാഗും എടുത്തുകൊണ്ട് റൂമിലേക്ക് പോയി. ബാഗ് അവിടെ കൊണ്ടുചെന്ന് വെച്ചു. ട്രെയിനിൽ യാത്ര ചെയ്തു വന്നതിൻ്റെ ക്ഷീണം നന്നായി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തലയിൽ ഇത്തിരി വെള്ളമൊഴിക്കാം എന്ന് കരുതി മാറാനുള്ള ഡ്രസ്സും എടുത്ത് ബാത്റൂമിൽ കയറി. ബാത്റൂമിൻ്റെ സ്ഥിതിയും മോശമായിരുന്നില്ല. ഒട്ടും വൃത്തിയില്ല. ഭാമയ്ക്ക് അവിടെ ചവിട്ടി നിൽക്കാൻ തന്നെ അറപ്പ് തോന്നി. നിലം നിറയെ സുമേഷ് അഴിച്ചിട്ട അലക്കാനുള്ള വസ്ത്രങ്ങൾ. ഒരു വിധത്തിൽ അവൾ എങ്ങനെയൊക്കെയോ ബക്കറ്റ് കഴുകിയെടുത്തു. ടാപ്പ് തുറന്നു. നല്ല തണുത്ത വെള്ളം. അവൾ 2 ബക്കറ്റോളം വെള്ളമെടുത്തു നന്നായി ഒന്ന് കുളിച്ചു. കുളി കഴിഞ്ഞ് തല തോർത്തി മുറിയിലേക്ക് എത്തിയപ്പോൾ ആരോ കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ടു. അവൾ റൂമിൽ നിന്നൊന്ന് തലയിട്ട് നോക്കിയപ്പോൾ സുമേഷ് ചെന്ന് വാതിൽ തുറക്കുന്നത് കണ്ടു. അത് സുമേഷ് ഓർഡർ ചെയ്ത ഫുഡും കൊണ്ടുവന്ന പയ്യനായിരുന്നു. സുമേഷ് ഫുഡ് വാങ്ങിയ ശേഷം വീണ്ടും വാതിൽ ലോക്ക് ചെയ്തു. ഭാമ അപ്പോൾ അവിടേക്ക് ചെന്നു.
സുമേഷ് അപ്പോഴും ഭാമയെ നോക്കുന്നോ സംസാരിക്കുന്നോ ഒന്നുമില്ലായിരുന്നു. ഇതെന്താണ് ഇങ്ങനെ? ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ലല്ലോ. അവളുടെ മനസ്സിൽ വല്ലാത്ത ഭയം നിറഞ്ഞു. അച്ഛനും അമ്മയും ഒക്കെ ഇവിടെയാണ് താമസം എന്ന് പറഞ്ഞിട്ട് ആരെയും കാണാനുമില്ല. അവൾ അവിടെ അങ്ങനെ ഓരോന്ന് ചിന്തിച്ചു നിന്നു. അപ്പോഴാണ് പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയ സുമേഷ് അവളെ കണ്ടത്. ഭക്ഷണം ദാ, സുമേഷ് അവളോട് പറഞ്ഞു. അത് പറയാനെങ്കിലും അവനൊന്ന് വാ തുറന്നല്ലോ. കിട്ടിയ ചാൻസിൽ അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ചോദിച്ചു, ഏട്ടാ, അച്ഛനും അമ്മയും എവിടെ? അവര് കല്യാണം കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വന്നതല്ലേ, ഇവിടെ എത്തിയില്ലേ? ഭാമ സുമേഷിനോട് ചോദിച്ചു. സുമേഷ് മറുപടി ഒന്നും പറയാതെ ടിവിയിലെ ചാനൽ മാറ്റിക്കൊണ്ട് അങ്ങനെ കിടന്നു. സുമേഷേട്ടാ, ഞാൻ ചോദിച്ചത് ഏട്ടൻ കേട്ടില്ലേ? ഭാമ വീണ്ടും ദയനീയമായി ചോദിച്ചു. കേട്ടു. അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും എന്നോട് വേണ്ട. ഇവിടേക്ക് ആരും വരില്ല, സുമേഷ് പറഞ്ഞു. അതെന്താ ഏട്ടാ? അവരിവിടെയാണ് താമസം എന്നല്ലേ പറഞ്ഞത്? നമ്മളോടൊപ്പം? അവൾ വീണ്ടും ചോദിച്ചു. ആ ചോദ്യം സുമേഷിന് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. അവൻ്റെ ഭാവം പെട്ടെന്ന് മാറി. നിന്നോടല്ലേടി പറഞ്ഞത് ഇങ്ങോട്ട് ഒരു ചോദ്യവും വേണ്ടെന്ന്? ഇവിടെ ആരും വരില്ല, സുമേഷ് ദേഷ്യപ്പെട്ട് പറഞ്ഞപ്പോൾ ഭാമ ആകെ പേടിച്ചു പോയി. അവൾ ഒന്നും പറയാതെ ഒരു നിമിഷം അങ്ങനെ തരിത്തു നിന്നു. പിന്നെ നിന്റെ കാതിലും കഴുത്തിലും കയ്യിലും കിടക്കുന്നതൊക്കെ ഇങ്ങൂരിത്താ. എനിക്ക് അതുകൊണ്ട് ആവശ്യമുണ്ട്, സുമേഷ് എടുത്തടിച്ച പോലെ അവളോട് പറഞ്ഞു. ഭാമ അപ്പോൾ കൈകൊണ്ട് അവളുടെ കാതിലൊന്ന് ചെറുതായി തൊട്ടുനോക്കി. പിന്നെ ഒരു പരിങ്ങലോടെ അവനോട് ചോദിച്ചു. ഞാൻ വരുമ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നു. ഏട്ടൻ എന്താ ഇങ്ങനെ? എന്നോട് ഒന്നും മിണ്ടുന്നില്ല, ചോദിക്കുന്നില്ല. ഏട്ടന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെയല്ലേ വിവാഹം കഴിച്ചത്? ഭാമ അത് ചോദിച്ചപ്പോൾ സുമേഷ് ഒന്നും പറഞ്ഞില്ല. ഏട്ടൻ ഇങ്ങനെ ഒന്നും പറയാതിരുന്നത് കൊണ്ട് കാര്യമില്ല. എനിക്കറിയണം. ഏട്ടന് ഈ വിവാഹത്തിന് താല്പര്യമുണ്ടായിരുന്നില്ലേ? ആരെങ്കിലും നിർബന്ധിച്ച് ചെയ്യിച്ചതാണോ? ഭാമ അവന് അരികിലേക്ക് ചെന്ന് അല്പം പേടിയോടെ ചോദിച്ചു. നിന്നോട് ഞാൻ പറഞ്ഞ പോലെ മര്യാദയ്ക്ക് കഴുത്തിലും കയ്യിലും കിടക്കുന്നതൊക്കെ ഊരിത്താ വേഗം. അതിനപ്പുറത്ത് എന്നോട് ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്. അതെനിക്കിഷ്ടമല്ല. അവൻ അവളുടെ നേരെ ദേഷ്യത്തിൽ കൈ ചൂണ്ടി. ഏട്ടൻ എന്താ ഇങ്ങനെ പെരുമാറുന്നത്? നിന്നോടല്ലേടി പറഞ്ഞത് മര്യാദയ്ക്ക് എല്ലാം അഴിച്ചു തരാൻ? സുമേഷ് ഇരിക്കുന്നിടത്ത് നിന്ന് ദേഷ്യത്തോടെ എണീറ്റു. അവൻ്റെ ദേഷ്യഭാവം കണ്ടപ്പോൾ ഭാമ പേടിയോടെ രണ്ടടി പിറകിലേക്ക് നിന്നു. എന്നിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്താ ഏട്ടാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവിടെ ആരുമില്ലേ? ഇത് എനിക്ക് ഓർഫനേജിലെ സിസ്റ്റർമാർ കഷ്ടപ്പെട്ടുണ്ടാക്കി തന്നതാ. ഇതുകൊണ്ട് ഏട്ടന് എന്താ ആവശ്യം? എൻ്റെ സിസ്റ്റർമാരുടെ വിയർപ്പാ ഇത് ഞാൻ ആർക്കും തരില്ല. അവൾ അത് പറഞ്ഞു തീരുന്നതിന് മുൻപ് തന്നെ സുമേഷ് അവളുടെ കഴുത്തിന് പിടിച്ചു കഴിഞ്ഞിരുന്നു. എടി, നിനക്കെൻ്റെ സ്വഭാവം ശരിക്കറിയില്ല. മര്യാദയ്ക്ക് ഒക്കെ ഊരി തന്നോ? വെറുതെ അതും ഇതും ചോദിച്ച് എന്നോട് കിന്നരിക്കാൻ വന്നാൽ പിന്നെ നീ ജീവനോടെ പുറത്തു പോകില്ല. അവൻ അതും പറഞ്ഞ് അവളെ സോഫയിലേക്ക് തള്ളി. സോഫയിലേക്ക് ചെന്നു വീണതും ഭാമയാകെ പേടിച്ച് വിറച്ച് കരഞ്ഞു പോയിരുന്നു. സുമേഷ് അപ്പോൾ തന്നെ അവൻ്റെ ബെഡ്റൂമിലേക്ക് ചെന്നു. അവിടെ നിന്ന് ഒരു ബെൽറ്റുമായിട്ടാണ് അവൻ തിരികെ വന്നത്. മര്യാദയ്ക്ക് ഒക്കെ ഊരിത്താടി, അവൻ ബെൽറ്റ് അവൾക്ക് നേരെ വീശിക്കൊണ്ട് പറഞ്ഞു. അതുകൂടെ കണ്ടതും ഭാമയുടെ ശരീരമാകെ വിറയ്ക്കാൻ തുടങ്ങി. ദേഹത്ത് അടി വീഴുമെന്ന് ആയപ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് വേഗം അവളുടെ കഴുത്തിലുള്ളതും കാതിലുള്ളതും കയ്യിലുണ്ടായിരുന്ന 2 കുഞ്ഞു വളകളും ഊരി. സുമേഷ് അത് വാങ്ങി. അവളുടെ കഴുത്തിൽ താലിയോടൊപ്പം ഒരു കുഞ്ഞു ചെയിൻ കൂടെ ഉണ്ടായിരുന്നു. സുമേഷ് എല്ലാം ഒന്ന് നോക്കി. എന്നിട്ട് അതിൽ നിന്ന് അവൻ കെട്ടിയ താലി എടുത്ത് അത് അവളുടെ മുഖത്തേക്കെറിഞ്ഞു. ഈ റോൾഡ് ഗോൾഡ് എൻ്റെ പട്ടിക്ക് വേണം. അതുകൂടി കേട്ടപ്പോൾ ഭാമ പൊട്ടിക്കരഞ്ഞു പോയി. കെട്ടിയ താലി അടക്കം മുക്കുപണ്ടമായിരുന്നോ? ഞാൻ ചതിക്കപ്പെട്ടല്ലോ ദൈവമേ. അവൾക്കാകെ തല കറങ്ങുന്ന പോലെ തോന്നി. അവൻ ബാക്കിയുള്ള സ്വർണമെല്ലാം പേഴ്സിൽ വെച്ചു. ഭാമ അപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ശേഷം ചെന്ന് അവൻ വാങ്ങിച്ച ഭക്ഷണത്തിൻ്റെ പാക്കറ്റ് തുറന്ന് അതിൽ നിന്ന് ഭക്ഷണം എടുത്ത് കഴിച്ചു. ബോട്ടിലിൽ ഉണ്ടായിരുന്ന വെള്ളവും കുടിച്ച് ബോട്ടിൽ ഡൈനിങ് ഹാളിലേക്ക് തന്നെ വലിച്ചെറിഞ്ഞു. അപ്പോഴൊക്കെയും ഭാമ സോഫയുടെ മൂലയ്ക്ക് പേടിയോടെ ഇരുന്നു അതൊക്കെ നോക്കി കാണുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് അവൻ ഭാമയ്ക്ക് അരികിലേക്ക് വന്നു. അവളുടെ മുഖം ഒന്ന് പിടിച്ചു നോക്കി. എന്നിട്ട് പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ കഴിഞ്ഞോണം. എന്തിൻ്റെയെങ്കിലും പേരിൽ നീ ശബ്ദമെടുത്താൽ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ നീ ഈ ഫ്ലാറ്റിൻ്റെ പുറം ലോകം കാണിക്കില്ല ഞാൻ. അവൻ അതും പറഞ്ഞ് അവൻ്റെ വണ്ടിയുടെ കീയുമെടുത്ത് പുറത്തേക്ക് പോകാനായി വാതിൽ തുറക്കുമ്പോൾ ഭാമയുടെ കരച്ചിലാണ് അവൻ്റെ ചെവിയിൽ കേട്ടത്. അത് കേട്ടപ്പോൾ അവനാകെ കലി വന്നു. അവൻ അത്യധികം ദേഷ്യത്തോടെ അവൾക്ക് നേരെ തിരിഞ്ഞു. എന്നിട്ട് അവളോട് പറഞ്ഞു.
വെറുതെ കരഞ്ഞു പിഴിഞ്ഞു ഇരിക്കാതെ ഞാൻ വരുമ്പോഴേക്കും റെഡിയായി നിന്നോണം. നിന്നെ കാണാൻ ഇന്നിവിടെ കുറച്ച് ആള് വരുന്നുണ്ട്. ഇന്ന് നീ അവന്മാർക്കുള്ളതാ. ഒന്നും കാണാതെ അല്ലടി ഞാൻ അച്ഛൻ്റെയും അമ്മയുടെയും വേഷം കെട്ടിച്ച് ചിലരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. സുമേഷിന്റെ വായിൽ നിന്നും അതുകൂടി കേട്ടതും ഭാമ വീണ്ടും ഞെട്ടിത്തരിച്ചു പോയി. അപ്പോ അന്ന് വന്നത് അച്ഛനും അമ്മയും ആയിരുന്നില്ലേ? വെറുതെ നാടകം കളിച്ചത് ആയിരുന്നോ? അവളുടെ മനസ്സിലൂടെ പല ചിന്തകളും ഓടിമറഞ്ഞു. എനിക്ക് കുറച്ച് പൈസയ്ക്ക് അത്യാവശ്യമുണ്ട്. അതിന് നിന്റെ പ്രായത്തിൽ ഒരുത്തിയെ വേണമായിരുന്നു. നിന്നെ വെച്ച് ഞാൻ അത് മുതലാക്കും. ഇവിടെ ഇരിക്കുന്ന ഭക്ഷണവും കഴിച്ച് മര്യാദയ്ക്ക് ഒരു മൂലയ്ക്ക് കഴിഞ്ഞോ? ഇവിടെ പലരും വന്നെന്നും പോയെന്നും വരും. അവരോട് നല്ല രീതിയിൽ സഹകരിച്ചില്ലെങ്കിൽ നിനക്ക് നേരത്തെ കണ്ട ബെൽറ്റ് ഓർമ്മയുണ്ടല്ലോ? സുമേഷ് അതും പറഞ്ഞ് വാതിൽ ശക്തിയിൽ അടച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. ഭാമ എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു. കാര്യങ്ങളുടെ കിടപ്പ് എങ്ങനെയാണെന്ന് അപ്പോഴേക്കും അവൾക്ക് മനസ്സിലായി കഴിഞ്ഞിരുന്നു. സുമേഷ് തന്നെ ചതിച്ചതാണെന്നും ആർക്കൊക്കെയോ കാഴ്ചവെക്കാൻ വേണ്ടിയാണ് തന്നെ വിവാഹം കഴിച്ച് ഇവിടെ എത്തിച്ചതെന്നും അവൾക്ക് ബോധ്യപ്പെട്ടു. കുറച്ചു കഴിഞ്ഞാൽ എന്നെ തേടി ആളുകൾ വരുമെന്ന് പറഞ്ഞു. എന്തു ചെയ്യും? എങ്ങോട്ട് പോകും? എങ്ങനെ രക്ഷപ്പെടും? അറിയാത്ത നാട്, അറിയാത്ത ഭാഷ. ഇവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ എങ്ങോട്ട് പോകുമെന്ന് പിടുത്തമില്ല. പക്ഷേ സാഹചര്യം വരുമ്പോൾ ആരായാലും ശക്തിപ്പെടുമെന്ന് പറയുന്ന പോലെ അപ്പോൾ അവിടുന്ന് രക്ഷപ്പെടുക എന്ന ഒരൊറ്റ ലക്ഷ്യമേ അവൾക്ക് മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ. അവൾ സോഫയിൽ നിന്ന് എഴുന്നേറ്റു. വേഗം കണ്ണു തുടച്ചു. എന്നിട്ട് ചുറ്റും നോക്കി. അടുക്കളയിലുള്ള വാതിൽ തുറക്കാനായി നോക്കിയപ്പോൾ അത് ലോക്കായിരുന്നു. മുൻവശത്തെ വാതിലും ലോക്ക് തന്നെ. അവളൊരു ഭ്രാന്തിയെപ്പോലെ ബെഡ്റൂമിലും അവിടെയും ഇവിടെയും ഒക്കെ പോയി ജനലും വാതിലുമെല്ലാം തട്ടി കരഞ്ഞു നോക്കി. പക്ഷേ എല്ലാം അടച്ചു പൂട്ടിയാണ് സുമേഷ് പോയത്. അവൾ അപ്പോൾ ബെഡ്റൂമിന്റെ കർട്ടൻ ഒന്ന് നീക്കി നോക്കി. ദൂരെ പാർക്കിങ്ങിൽ നിന്ന് ബുള്ളറ്റ് എടുത്ത് പോകുന്ന സുമേഷിനെ അവൾ ജനലിലൂടെ കണ്ടു. എങ്ങോട്ട് പോവുകയാണ്? തൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ സ്വർണം കയ്യിലുണ്ട്. അത് വിൽക്കാനുള്ള പോക്കാണോ? അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ആളുകളെ കൂട്ടിക്കൊണ്ടുവരാനായിരിക്കും പോകുന്നത്. എന്ത് ചെയ്യും ഭഗവാനെ? അവൾ മുകളിലേക്ക് നോക്കി നിലവിളിച്ചു കരഞ്ഞു. പെട്ടെന്ന് തല താഴ്ത്തിയപ്പോഴാണ് അവിടെ ബെഡ്റൂമിൽ കിടക്കുന്ന ഏതോ ഒരു ചുരിദാറും ഷോളും ഒക്കെ അവൾ കണ്ടത്. അവൾ ഒരു പേടിയോടെ ചെന്ന് അതെടുത്തു നോക്കി. ഏതോ പെൺകുട്ടി ഡ്രസ്സ് മാറിയിട്ട് പോയതാണ്. അടിവസ്ത്രം അടക്കം അവിടെ ഉണ്ടായിരുന്നു. ഈ ഫ്ലാറ്റിൽ അപ്പോൾ ആരൊക്കെയോ വന്നു പോകുന്നുണ്ട്. പെൺകുട്ടികളെ ഏർപ്പാടാക്കി കൊടുത്ത് കാശു വാങ്ങുന്നവനാണ് സുമേഷ് എന്ന് അതുകൂടി കണ്ടപ്പോൾ അവൾക്ക് ഉറപ്പായി. എങ്ങനെ രക്ഷപ്പെടും? എങ്ങോട്ട് പോകും? അയ്യോ! അവൾ വീണ്ടും തലക്കടിച്ചുകൊണ്ട് അവിടെ കിടന്ന് കരഞ്ഞു. അവളുടെ ഉള്ളിലെ പേടിയും ഭയവും കാരണം അവൾക്ക് അവിടെ ഇരിക്കാനോ നടക്കാനോ പോലും കഴിയുന്നില്ലായിരുന്നു. രക്ഷപ്പെടാൻ ഒരു വഴി നോക്കി അവൾ വീണ്ടും ഡൈനിങ് ഹാളിലേക്ക് നടന്നു. അപ്പോഴാണ് ഡൈനിങ് ഹാളിന്റെ ഒരു ജനൽ കാർഡ്ബോർഡ് വെച്ച് അടച്ചത് ഭാമ കണ്ടത്. ജനലിന്റെ ചില്ല് പൊട്ടിപ്പോവുകയോ മറ്റോ ചെയ്തിട്ട് അവിടെ കാർഡ്ബോർഡ് വെച്ച് അടച്ചിരിക്കുകയാണ്. അവൾ അത് പറിച്ചെടുക്കാൻ നോക്കിയെങ്കിലും നല്ല ഉറപ്പുണ്ടായിരുന്നു. അവൾ വേഗത്തിൽ അടുക്കളയിൽ ചെന്ന് ചുറ്റും പരതി. അവിടെ നിന്ന് അവൾക്കൊരു കത്തി കിട്ടി. അവൾ അത് കൊണ്ടുവന്ന് കാർഡ്ബോർഡിൽ ശക്തിയായി വരഞ്ഞു. കാർഡ്ബോർഡിന്റെ നാലറ്റവും മുറിഞ്ഞു പോയതുകൊണ്ട് തന്നെ അവൾക്ക് പിന്നെ ഈസിയായി കാർഡ്ബോർഡ് പറിച്ചെടുക്കാൻ സാധിച്ചു. അവൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. അതുവഴി ചാടിയാൽ നേരെ വരാന്തയിലേക്കാണ്. അവൾ വേഗം റൂമിൽ ചെന്ന് അവളുടെ ബാഗ് എടുത്തുകൊണ്ട് വന്നു. അത് ജനൽ വഴി പുറത്തേക്കിട്ടു. പിന്നെ അവൾ ജനൽ വഴി നുഴഞ്ഞു പുറത്തേക്ക് ചാടി. വരാന്തയിലെത്തിയതും അവൾക്കൊന്ന് ശ്വാസം നേരെ വീണിരുന്നു. സുമേഷ് തിരിച്ചെത്തും മുമ്പ് ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങുക എന്നതായിരുന്നു അവളുടെ അടുത്ത ലക്ഷ്യം. അവൾ വരാന്തയിലൂടെ മുന്നോട്ടോടി. ലിഫ്റ്റ് എവിടെയാണെന്നൊന്നും അവൾക്കറിയില്ലായിരുന്നു. ഓടുന്ന വഴി സ്റ്റെയർ കണ്ടതും അവൾ അതുവഴി താഴേക്കിറങ്ങി. 7 നിലയും സ്റ്റെയർ ഇറങ്ങി തന്നെയാണ് അവൾ താഴെ എത്തിയത്. അപ്പോഴേക്കും അവൾ വല്ലാതെ കിതച്ച് ക്ഷീണിതയായിരുന്നു. ഫ്ലാറ്റിൽ നിന്ന് പുറത്തേക്ക് എത്തി. ഗേറ്റിനടുത്ത് അപ്പോൾ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. ബാഗുമായി കരഞ്ഞു ക്ഷീണിച്ചോടുന്ന അവളെ കണ്ടപ്പോൾ സെക്യൂരിറ്റി ഒരു സംശയത്തോടെ നോക്കി. ഹേയ്, നീങ്ക യാര്? സെക്യൂരിറ്റി പിറകെ വന്ന് ചോദിച്ചെങ്കിലും അവൾ തിരിഞ്ഞു നോക്കിയതേയില്ല. റോഡിലൂടെ ആ ബാഗുമായി ഓടുമ്പോൾ എങ്ങോട്ട് പോകണം എന്ന് മാത്രം അവൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവൾ അവിടെ നിന്നു. സുമേഷ് ബൈക്കുമായി വരുന്നുണ്ടെങ്കിൽ തന്നെ കണ്ടാൽ പ്രശ്നമാകും. ഒരു നിമിഷം അവൾ അവിടെ നിന്നു. അപ്പോഴാണ് അതുവഴി ഒരു ഓട്ടോ വന്നത്. അവൾ ഓട്ടോയ്ക്ക് കൈ കാണിച്ചു. അവളുടെ കുറച്ചു മുന്നിലേക്കായി ആ ഓട്ടോ ചെന്ന് നിർത്തി. കാക്കി ഷർട്ടും പാൻസും അണിഞ്ഞു വെളുത്ത് സുന്ദരനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു അതിലെ ഡ്രൈവർ. അവൻ ഓട്ടോയിൽ നിന്ന് പുറത്തേക്ക് തലയിട്ട് ഭാമയെ നോക്കി. ഭാമ ബാഗുമായി വേഗത്തിൽ ഓടിച്ചെന്ന് ഓട്ടോയിൽ കയറി. എങ്ക പോകണോ? ഓട്ടോക്കാരൻ അവളോട് ചോദിച്ചു.
ബാമ അപ്പോഴും വല്ലാതെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. മേഡം, ഉങ്ങൾക്ക് എങ്ക പോകണോ? ഓട്ടോക്കാരൻ വീണ്ടും തിരിഞ്ഞു നോക്കി ചോദിച്ചു. വാസ്തവത്തിൽ എങ്ങോട്ട് പോകണമെന്ന് അവൾക്കറിയില്ലായിരുന്നു. അവിടുത്തെ ഒരു സ്ഥലപ്പേര് പോലും അവൾക്കറിയില്ല. ജീവിതത്തിൽ ആദ്യമായാണ് അവൾ ചെന്നൈ സിറ്റി കാണുന്നത് തന്നെ. അവൾ ഓട്ടോയിൽ നിന്ന് പുറത്തേക്കൊന്ന് കണ്ണോടിച്ചു. റോഡിൽ നല്ല തിരക്കാണ്. നിറയെ വാഹനങ്ങളുണ്ട്, ആളുകളും. മേഡം, എങ്ക പോണോ? ഓട്ടോക്കാരൻ വീണ്ടും തിരിഞ്ഞ് അവളോട് ചോദിച്ചു. ടൗൺ. അവൾ മുന്നോട്ട് കൈ കാണിച്ചു വിറയലോടെ പറഞ്ഞു. അവളുടെ അപ്പോഴത്തെ അവസ്ഥയും വെപ്രാളവും ഒക്കെ കൂടെ കണ്ട് എന്തോ ഒരു സംശയം തോന്നിയ ഓട്ടോക്കാരൻ വീണ്ടും അവളെ തിരിഞ്ഞു നോക്കി. എന്നിട്ട് ചോദിച്ചു. മേഡം, ഉങ്ങൾക്ക് എന്നാ ആച്ച്? യഥാവത് പ്രശ്നം ഇരിക്കാ? അവനോട് എന്തു മറുപടി പറയണമെന്ന് ബാമയ്ക്ക് അറിയില്ലായിരുന്നു. ഉങ്ങൾക്ക് ടൗണിൽ പോണമെന്ന് സൊല്ലിയാച്ച്. ആനാ ടൗണിൽ എങ്കേ? സ്ഥലപ്പേര് സൊല്ലലേ? ഓട്ടോക്കാരൻ വീണ്ടും അവളെ നോക്കി. ബാമ ഒരു പരിങ്ങലോടെ റോഡിലേക്ക് ഒന്നുകൂടി നോക്കി. പേടിയോടെ അവളുടെ മടിയിലുള്ള ബാഗ് അമർത്തിപ്പിടിച്ചു. ഓട്ടോക്കാരൻ പിന്നെയൊന്നും ചോദിക്കാതെ വീണ്ടും ഒന്നുകൂടി അവളെ തിരിഞ്ഞു നോക്കി. ഓട്ടോ മുന്നോട്ട് ഓടിക്കുന്നതിനിടയിൽ ബാമയുടെ വെപ്രാളവും പേടിയുമൊക്കെ കണ്ണാടിയിലൂടെ അവൻ കാണുന്നുണ്ടായിരുന്നു. കുറച്ചു ദൂരം ചെന്നപ്പോൾ അവൻ ഓട്ടോ റോഡിന്റെ ഒരു സൈഡിലേക്ക് ചേർത്തു നിർത്തി. പെട്ടെന്ന് അവൻ അവിടെ ഓട്ടോ നിർത്തിയപ്പോൾ ബാമ സംശയത്തോടെ ഒന്ന് നോക്കി. മേഡം, ഉങ്ങൾക്ക് എതുവോ പ്രശ്നം ഇருக்கு. പ്ലീസ് മേഡം, ഉങ്ങൾക്ക് എങ്ക പോണോ? എന്നാ പ്രശ്നം ഇருக்கு? പോക വേണ്ടിയ സ്ഥലപ്പേര് സൊല്ലുങ്ക മേഡം, അവൻ വീണ്ടും ചോദിച്ചു. ബാമ അപ്പോൾ വിറയലോടു കൂടെ അവളുടെ കൈയുടെ നഖം കടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനൊപ്പം തന്നെ അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ അടർന്നു വീഴുന്നുമുണ്ടായിരുന്നു. അപ്പോഴും അവൾ പേടിയോടെ ചുറ്റും നോക്കുന്നുണ്ട്. അവിടെ എങ്ങാനും സുമേഷിനെ കാണുമോ എന്ന ഭയമായിരുന്നു അവളുടെ കണ്ണുകളിൽ നിറയെ. ഓട്ടോക്കാരന്റെ നിരന്തരമായുള്ള ചോദ്യത്തിൽ നിന്ന് അവൻ ഇനി അവിടെ എങ്ങാനും ഇറക്കി വിടുമോ എന്നും അവൾ പേടിച്ചു. അത് എനിക്ക് ടൗണിൽ റെയിൽവേ സ്റ്റേഷനിൽ വിട്ടാൽ മതി, അവൾ പറഞ്ഞു. അവളുടെ സംസാരം കേട്ടതും അവനൊന്ന് അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി. എന്നിട്ട് ചോദിച്ചു. കുട്ടി മലയാളിയാണല്ലേ? ഓട്ടോക്കാരൻ അത് ചോദിച്ചതും ബാമ കുറച്ച് ആശ്വാസത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. അതെ, നിങ്ങൾ മലയാളിയാണോ? അവൾ മെല്ലെ ചോദിച്ചു. അതെ, അവൻ പറഞ്ഞു. കുട്ടി ഇവിടത്തുകാരിയല്ല എന്ന് എനിക്ക് തോന്നിയിരുന്നു. കുട്ടിയുടെ വെപ്രാളക്കളിയും പേടിയും ഒക്കെ കണ്ടപ്പോൾ ആകെ ഒരു സംശയം തോന്നി. എന്താ കാര്യം? എന്താണെങ്കിലും കുട്ടി പറഞ്ഞോളൂ. എന്തെങ്കിലും സഹായം വേണോ? എവിടേക്കാ പോകേണ്ടത്? എവിടേക്കാണെങ്കിലും ഞാൻ കൊണ്ടുവിടാം. അവൻ ശാന്തമായി അത് പറഞ്ഞപ്പോൾ അവൾക്കൊന്ന് ശ്വാസം നേരെ വീണു. ഞാൻ ഇവിടെ ഇന്ന് ആദ്യമായിട്ടാ വരുന്നത്. എനിക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും അറിയില്ല. എൻ്റെ വീട് പാലക്കാടാണ്. ഞാനൊരു ചതിയിൽപ്പെട്ട് ഇവിടെ എത്തിപ്പോയതാണ്. എങ്ങോട്ടാ പോകേണ്ടത്, എന്താ ചെയ്യേണ്ടത് എന്നൊന്നും ഒരു പിടിയുമില്ല. അയാളുടെ കണ്ണിൽ പെടാതിരിക്കാൻ വേണ്ടിയാ കിട്ടിയ വണ്ടിയിൽ കയറിയത്. എന്നെ രക്ഷിക്കണം പ്ലീസ്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എന്നെ രക്ഷിക്കണം പ്ലീസ് പ്ലീസ്, അവൾ കരഞ്ഞുകൊണ്ട് അവനോട് പറഞ്ഞു. കുട്ടി കരയാതിരിക്കൂ. കുട്ടി ഓട്ടോയിൽ കയറിയപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു. വല്ലാതെ കിതയ്ക്കുന്നുണ്ടല്ലോ. കുടിക്കാൻ വെള്ളം വേണോ? അവൻ ചോദിച്ചു. വേണം, അവൾ വേഗത്തിൽ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു. അവൻ അപ്പോൾ അവൻ്റെ വണ്ടിയിലുണ്ടായിരുന്ന മിനറൽ വാട്ടറിൻ്റെ കുപ്പിയെടുത്ത് അവൾക്ക് നേരെ നീട്ടി. അവൾ വേഗത്തിൽ അവൻ്റെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുപ്പിയുടെ പകുതിയോളം കുടിച്ചു. കുട്ടി പറഞ്ഞു വന്നത് എന്താണെന്ന് എനിക്ക് വ്യക്തമായില്ല. എങ്ങനെ ചതിയിൽപ്പെട്ടു എന്നാണ് പറഞ്ഞത്? കുട്ടിയെ ആരെങ്കിലും പറഞ്ഞു പറ്റിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണോ? അവൻ ചോദിച്ചു. അവൾ അപ്പോൾ വെള്ളം കുടിച്ചു മതിയാക്കി. എന്നിട്ട് കുപ്പി മൂടിയിട്ടുകൊണ്ട് അവനോട് പറഞ്ഞു. ഇന്നലെ എൻ്റെ വിവാഹമായിരുന്നു. വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ ഇന്ന് രാവിലെയാണ് ഇവിടെ എത്തിയത്. പക്ഷേ അയാൾ എന്നെ ചതിക്കുകയായിരുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇന്ന് ഫ്ലാറ്റിൽ വെച്ചാണ് ചതിയാണെന്ന് ബോധ്യപ്പെട്ടത്. അവൾ കരഞ്ഞുകൊണ്ട് സംഭവിച്ച കാര്യങ്ങളെല്ലാം അവനോട് പറഞ്ഞു. അവൾ പറയുന്നതൊക്കെ ശ്രദ്ധിച്ചു കേട്ടിരുന്നു. എന്നെ രക്ഷിക്കണം. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം, അവൾ അവനോട് വീണ്ടും കരഞ്ഞു പറഞ്ഞു. അവൻ ഒരു നിമിഷം എന്തോ ഒന്ന് ആലോചിച്ചു. എന്നിട്ട് അവളോട് പറഞ്ഞു. വിഷമിക്കണ്ട, എന്തായാലും അവിടെ നിന്ന് രക്ഷപ്പെട്ടല്ലോ, പേടിക്കേണ്ട. അവൻ ഓട്ടോയുടെ 2 വശങ്ങളിലുമുള്ള കറുത്ത ഷീറ്റ് താഴ്ത്തിയിട്ടു അവളെ മറച്ചു. എന്നിട്ട് പറഞ്ഞു. താൻ പറഞ്ഞ ആളിനി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ കാണേണ്ട. ഈ ഷീറ്റ് ഇങ്ങനെ നിൽക്കട്ടെ. അപ്പോൾ പിന്നെ പേടിക്കാനില്ലല്ലോ. താൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്യുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. സ്റ്റേഷൻ ഇവിടെ അടുത്താണ്. SI എൻ്റെ പരിചയക്കാരനാണ്. ഞാനും വരാം. നമുക്ക് അവിടെ ചെന്ന് കാര്യം പറയാം, അവൻ അവളോട് പറഞ്ഞു. വലിയ ഉപകാരം, അവൾ അവൻ്റെ നേരെ കൈകൂപ്പി.
പേടിക്കാതിരിക്കെ, എന്തായാലും അവിടെ നിന്ന് രക്ഷപ്പെട്ടല്ലോ, നമുക്ക് വഴിയുണ്ടാക്കാം. അവൻ അത് പറഞ്ഞുകൊണ്ട് ഓട്ടോ സ്റ്റാർട്ടാക്കി. ഓട്ടോ നേരെ പോയത് അവിടുത്തെ പോലീസ് സ്റ്റേഷനിലേക്കാണ്. കുട്ടി ഇറങ്ങിക്കോ, അവൻ ഓട്ടോയുടെ ഷീറ്റ് മാറ്റിക്കൊടുത്തുകൊണ്ട് അവളോട് പറഞ്ഞു. ബാഗ് അവിടെ ഓട്ടോയിൽ തന്നെ വെച്ചുകൊണ്ട് അവൾ അവിടെ ഇറങ്ങി. ഓട്ടോക്കാരൻ ബാമയെയും കൂട്ടി പോലീസ് സ്റ്റേഷന് അകത്തേക്ക് നടന്നു. അകത്തെത്തിയപ്പോൾ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. എന്നാച്ച്, എന്നാ പ്രശ്നോ? അവിടെ ഉണ്ടായിരുന്ന കോൺസ്റ്റബിൾ അപ്പോൾ അവരോട് ചോദിച്ചു. എസ് ഐ സാറെ ഒന്ന് പാക്കണോ? സാറിന് എന്നെ തെരിയും. இந்த ഗേൾക്ക് ഒരു പരാതി ഇருக்கு, സാർക്കിட்ட കംപ്ലൈൻറ്റ് കൊടുക്കണോ? അവൻ കോൺസ്റ്റബിളിനോട് പറഞ്ഞു. അകത്ത് ആളിരിക്കെ, അവർ വന്നതുക്കപ്പുറം ചെല്ലുങ്ക, അയാൾ പറഞ്ഞു. 10 മിനിറ്റിനകം തന്നെ മുറിയിലുണ്ടായിരുന്നവർ പുറത്തിറങ്ങി. ഓട്ടോക്കാരനും ബാമയും അകത്തു കയറി. ജോമോൻ കയറി വാ, എസ് ഐ ഓട്ടോക്കാരനെ കണ്ടതും ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ശേഷം ബാമയെ നോക്കി എസ് ഐ ചോദിച്ചു. ആരാ ഇത്? എൻ്റെ നാട്ടുകാരിയാ സാർ, ഒരു കംപ്ലൈൻറ്റ് തരാൻ വന്നതാണ്, ജോമോൻ പറഞ്ഞു. രണ്ടാളും ഇരിക്കി. എസ് ഐ അവർക്കിരിക്കാനായി അദ്ദേഹത്തിൻ്റെ മുന്നിലിട്ടിരിക്കുന്ന കസേര ചൂണ്ടിക്കാണിച്ചു. ജോമോനും ബാമയും അവിടെ ഇരുന്നു. എന്താ കാര്യം? എസ് ഐ ചോദിച്ചു. ജോമോനും ബാമയും അപ്പോൾ ഒന്ന് മുഖത്തോട് മുഖം നോക്കി. അവൾക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ളതുപോലെ തോന്നിയതുകൊണ്ട് തന്നെ ജോമോനാണ് എസ് ഐയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞത്. എസ് ഐ 2 കൈകൊണ്ടും താടിക്ക് കുത്തുകൊടുത്ത് ജോമോൻ പറയുന്നതെല്ലാം ശ്രദ്ധിച്ചു കേട്ടു. കുട്ടിക്ക് അവൻ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ പേരറിയാമോ? എസ് ഐ എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ അവളോട് ചോദിച്ചു. അവൾ ഒരു നിമിഷം എന്തോ ഒന്ന് ഓർത്തു. യഥാർത്ഥത്തിൽ അവൾക്ക് ആ ഫ്ലാറ്റിൻ്റെ പേര് പോലും അറിയില്ലായിരുന്നു. ഫ്ലാറ്റിൻ്റെ പേര് തനിക്കറിയില്ലേ? ജോമോൻ അവളെ നോക്കി. എനിക്കറിയില്ല സാർ, ഞാൻ ഇന്ന് രാവിലെ എത്തിയതേയുള്ളൂ, അവൾ ഇടറിയ സ്വരത്തോടെ പറഞ്ഞു. താൻ എൻ്റെ ഓട്ടോയിൽ കയറിയ സ്ഥലത്ത് നിന്ന് ആ ഫ്ലാറ്റിലേക്ക് എത്ര ദൂരമുണ്ടാകും? അവിടെ നിന്ന് അടുത്താണോ? ജോമോൻ ചോദിച്ചു. ബാമ ഒരു നിമിഷം ഒന്നാലോചിച്ചു, എന്നിട്ട് പറഞ്ഞു. അവിടെ നിന്ന് തൊട്ടടുത്താണ്. ഞാൻ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി റോഡിലേക്ക് കടന്നതേയുള്ളൂ. കുറച്ച് മുൻപോട്ട് എത്തിയപ്പോഴാണ് ഓട്ടോ കണ്ടത്. അവിടെ തൊട്ടടുത്ത് ഒരൊറ്റ വലിയ ഫ്ലാറ്റേ ഉള്ളൂ. പിന്നെ അവിടുന്ന് 2 കിലോമീറ്റർ മാറിയാണ് അപ്പാർട്ട്മെൻറ്റും ഫ്ലാറ്റും ഒക്കെ വരുന്നത്. ബാമ പറഞ്ഞത് പ്രകാരം ജോമോൻ ഫ്ലാറ്റിൻ്റെ പേരും കാര്യങ്ങളും ഒക്കെ എസ് ഐക്ക് പറഞ്ഞു കൊടുത്തു. സുമേഷ് തന്നെ കൊണ്ടുപോയത് 7ാം നിലയിലേക്ക് ആണെന്ന് കൂടി അവൾ പറഞ്ഞു. ഓക്കെ, കുട്ടി പേടിക്കാതിരിക്കെ. ഇപ്പോൾ ഒരു കംപ്ലൈൻറ്റ് എഴുതി തന്നോളൂ. അവൻ്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. അവൻ്റെ ബിസിനസ് ഇന്നത്തോടെ നിർത്തിക്കൊടുക്കാം. പിന്നെ കുട്ടി താമസിച്ചിരുന്ന ഓർഫനേജിൻ്റെ ഫോൺ നമ്പർ അറിയാമോ? എസ് ഐ ചോദിച്ചു. അറിയാം സാർ, ലാൻഡ് ഫോണിൻ്റെ നമ്പർ അറിയാം, അവൾ പറഞ്ഞു. ആ നമ്പർ ഒന്ന് പറഞ്ഞു തരാമോ? എസ് ഐ ഫോൺ എടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് അവളോട് ചോദിച്ചു. പിന്നെ ബാമ പറഞ്ഞു കൊടുത്ത നമ്പറിലേക്ക് കോൾ ചെയ്തു. മറുവശത്ത് അവളുടെ സിസ്റ്റർ ഫോൺ എടുത്തു. എസ് ഐ അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി. ബാമ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ വിവാഹം കഴിച്ച് അയച്ചതാണെന്നും സുമേഷ് നല്ലൊരു ചെറുപ്പക്കാരനാണെന്നാണ് അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞതെന്നും അവർ പറഞ്ഞു. അത് കേട്ടപ്പോൾ എസ് ഐയുടെ ശബ്ദം കനത്തു. നല്ല ചെറുപ്പക്കാരനാണെന്ന് എന്ത് അർത്ഥത്തിലാണ് സഹോദരി നിങ്ങൾ പറയുന്നത്? നിങ്ങളെപ്പോലെ ഉള്ളവർ കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആയിട്ട് പെരുമാറണ്ടേ? നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് വിവാഹം കഴിച്ച് അയക്കുന്ന ഒരു പെൺകുട്ടി, അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു കുട്ടി, അവളെ മറ്റൊരു ദൂരനാട്ടിലേക്ക് വിവാഹം കഴിച്ച് അയക്കുമ്പോൾ അവിടുത്തെ എല്ലാ സേഫ്റ്റിയും ഉറപ്പാക്കേണ്ടത് നിങ്ങളുടെ കടമയല്ലേ? സാർ, അത് ബിസിനസിൻ്റെ ആവശ്യത്തിനാണ് അവൻ ചെന്നൈയിൽ സെറ്റിൽഡ് ആയത് എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. നാട്ടിൽ അന്വേഷിച്ചറിഞ്ഞ് എല്ലാം കൊണ്ടും ഓക്കെ ആയപ്പോഴാണ് വിവാഹം ഉറപ്പിച്ചത്. അത് ഇങ്ങനെ ഒരു അബദ്ധമാകുമെന്ന് അറിഞ്ഞില്ല, സിസ്റ്റർ എസ് ഐയോട് ദയനീയമായി പറഞ്ഞു. എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഈ പെൺകുട്ടിയുടെ ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ രക്ഷപ്പെട്ടത്. എന്തായാലും ഞങ്ങളിത് കേസാക്കാൻ പോവുകയാണ്. കോടതിയിലെത്തുമ്പോൾ നിങ്ങളെല്ലാവരും സാക്ഷിമൊഴി തരേണ്ടി വരും. അവന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ എന്ത് സഹായത്തിനും ഞങ്ങൾ ഉണ്ടാകും സാർ, ബാമയുടെ സിസ്റ്റർ എസ് ഐക്ക് ഉറപ്പു കൊടുത്തു. കൂട്ടത്തിൽ ബാമയോടൊന്ന് സംസാരിക്കണം എന്നുകൂടി സിസ്റ്റർ ആവശ്യപ്പെട്ടു. സിസ്റ്ററുടെ ആവശ്യപ്രകാരം എസ് ഐ ബാമയുടെ കയ്യിൽ ഫോൺ കൊടുത്തു. ദാ, സിസ്റ്റർക്ക് കുട്ടിയോടൊന്ന് സംസാരിക്കണമെന്ന്. സംസാരിച്ചോളൂ, എസ് ഐ പറഞ്ഞു. ബാമ ഫോൺ വാങ്ങി ചെവിയിൽ വെച്ചതും മറുപുറത്ത് സിസ്റ്ററമ്മയുടെ ശബ്ദം കേട്ടപ്പോൾ അവൾ പൊട്ടിക്കരഞ്ഞുപോയി. അറിയില്ലായിരുന്നു മോളെ, നമുക്ക് തെറ്റുപറ്റിപ്പോയി. എന്തായാലും എൻ്റെ മോള് രക്ഷപ്പെട്ടല്ലോ. പേടിക്കാതിരിക്കി, കരയരുത് കേട്ടോ, വിഷമിക്കല്ലേ, സിസ്റ്റർ പറഞ്ഞു. പക്ഷേ ബാമയ്ക്ക് അവളുടെ കരച്ചിലടക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഇതെല്ലാം കണ്ടുകൊണ്ട് ജോമോൻ അങ്ങനെയിരുന്നു.
മോള് സാറിൻ്റെ അടുത്തൊന്ന് ഫോൺ കൊടുത്തേ. അവളുടെ നിർത്താതെയുള്ള കരച്ചിൽ കേട്ടപ്പോൾ സിസ്റ്റർ പറഞ്ഞു. ബാമ SIക്ക് ഫോൺ കൈമാറി. ഈ കുട്ടിയെ എന്തായാലും ഒറ്റയ്ക്ക് നാട്ടിലേക്ക് അയക്കാൻ കഴിയില്ല. നിങ്ങൾ ആരെങ്കിലും വന്ന് കൂട്ടിയിട്ട് പോകണം. ഇന്ന് ഞങ്ങൾ ഇവിടെ താമസിപ്പിക്കാം. നാളെ എന്തായാലും നിങ്ങൾ ആരെങ്കിലും വരണം. ഓക്കെ? SI സിസ്റ്ററോട് പറഞ്ഞു. ഓക്കെ സർ, ഞങ്ങൾ എത്തിക്കോളാം, സിസ്റ്റർ പറഞ്ഞു. ബാമയെ കൂട്ടാൻ ഓർഫനേജിൽ നിന്ന് അവർ വരുമെന്ന് ഉറപ്പിച്ച ശേഷം SI ഫോൺ വെച്ചു. ഇവിടെ തൊട്ടടുത്ത് ലേഡീസ് ഹോസ്റ്റൽ ഉണ്ട്. ഞാൻ അവിടെ വിളിച്ചു പറയാം. മോൾക്ക് ഇന്ന് അവിടെ താമസിക്കാം. ജോമോന് പോയിട്ട് തിരക്കുണ്ടോ? SI അപ്പോൾ ജോമോനെ നോക്കി ചോദിച്ചു. ഇല്ല സർ, ധൃതിയില്ല, അവൻ പറഞ്ഞു. എന്നാൽ കംപ്ലൈൻറ്റ് എഴുതി തന്ന ശേഷം ഈ കുട്ടിയെ ഒന്ന് നമ്മുടെ മേരി ലേഡീസ് ഹോസ്റ്റലിൽ കൊണ്ടുവിടണം. ഞാൻ വിളിച്ചു പറഞ്ഞോളാം. നാളെ ഓർഫനേജിൽ നിന്ന് ആൾ വന്ന് സംസാരിച്ചിട്ട് അവരോടൊപ്പം തിരിച്ചയക്കാം. ദൂരനാട്ടിലേക്ക് എന്തായാലും ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല. ഓക്കെ സർ, എന്നാൽ ശരി, ഞങ്ങൾ അങ്ങോട്ട്. ജോമോൻ എണീറ്റുകൊണ്ട് പറഞ്ഞു. ശരി ജോമോൻ. SI അത് പറഞ്ഞുകൊണ്ട് ബാമയെ നോക്കി. മോൾ ചെല്ല്. ഇവനെ കണ്ടുമുട്ടിയത് മോളുടെ ഭാഗ്യമായി. ഒരിക്കൽ ആക്സിഡൻ്റായി റോഡിൽ കിടന്ന എന്നെ നട്ടപ്പാതിരയ്ക്ക് ഓട്ടോയിൽ എടുത്തിട്ട് ഹോസ്പിറ്റലിൽ എത്തിച്ച് ജീവൻ രക്ഷിച്ച ആളാണ് ഇവൻ. ഇവൻ്റെ ഓട്ടോയിൽ കയറാൻ തോന്നിയത് മോളുടെ ഭാഗ്യം. ജോമോൻ മോളെ ലേഡീസ് ഹോസ്റ്റലിൽ കൊണ്ടുവിടും. ഒന്നുകൊണ്ടും പേടിക്കണ്ട കേട്ടോ. അവൻ്റെ കാര്യം ഞങ്ങളേറ്റു. ഇപ്പോൾ തന്നെ പൊക്കിക്കോളാം അവനെ. മോളെ കൂട്ടിയിട്ട് പോകാൻ നാളെ ഓർഫനേജിൽ നിന്ന് അവർ വരും. വിഷമിക്കേണ്ട. ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഓരോ പ്രയാസങ്ങൾ വന്നുപെടും. എന്തായാലും അതിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്നോർത്ത് സമാധാനിക്ക്. ചെന്നാട്ടെ, SI ബാമയോട് വളരെ സ്നേഹത്തോടെ പറഞ്ഞു. ശേഷം അവർ സുമേഷിനെതിരെ കംപ്ലൈൻറ്റ് എഴുതി കൊടുത്തു. അതുകഴിഞ്ഞ് അവർ രണ്ടുപേരും സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി. ഞാൻ കൊണ്ടുവിടാം. ഹോസ്റ്റൽ ഇവിടെ നിന്ന് കുറച്ച് പോകാനുണ്ട്. കയറിക്കോ, ജോമോൻ അവളോട് പറഞ്ഞു. അവൾ ജോമോൻ്റെ മുഖത്തേക്ക് ഒന്ന് ദയനീയമായി നോക്കിയ ശേഷം ഓട്ടോയിൽ കയറിയിരുന്നു. ജോമോൻ ഓട്ടോ സ്റ്റാർട്ടാക്കി. ബാമ അപ്പോൾ ക്ഷീണം കാരണം സീറ്റിൻ്റെ ഒരു കോണിലേക്ക് തലവെച്ച് ചെരിഞ്ഞു കിടന്നു. ജോമോൻ കണ്ണാടിയിലൂടെ അത് കാണുന്നുണ്ടായിരുന്നു. അവൻ ഒന്നുകൂടെ റോഡിൻ്റെ സൈഡിലായി ഓട്ടോ നിർത്തി. തനിക്ക് ഭക്ഷണം വേണോ? അവളുടെ ക്ഷീണം കണ്ടതുകൊണ്ടായിരിക്കണം അവനത് ചോദിച്ചത്. വേണമെന്നോ വേണ്ടായെന്നോ ബാമ അപ്പോൾ പറഞ്ഞില്ല. ഇന്ന് ഒന്നും കഴിച്ചില്ല അല്ലേ? അവൻ വീണ്ടും ചോദിച്ചു. അവൾ ഇല്ല എന്ന് തലയാട്ടി. ജോമോൻ ഓട്ടോ സ്റ്റാർട്ടാക്കി. കുറച്ചപ്പുറത്തുള്ള ഹോട്ടലിന് മുന്നിൽ കൊണ്ടുചെന്ന് നിർത്തി. ഇവിടെ ഇരുന്നോ, ഞാനിപ്പോൾ വരാം എന്നു പറഞ്ഞ് അവൻ ഹോട്ടലിലേക്ക് കയറിപ്പോയി. കയ്യിൽ വലിയൊരു കവറുമായാണ് അവൻ തിരികെ വന്നത്. എന്നിട്ട് ആ കവർ ബാമയുടെ കയ്യിലേക്ക് കൊടുത്തു. കുറച്ച് വലിയ കവറായിരുന്നു അത്. ബാമ അതിശയത്തോടെ അതിലേക്ക് ഒന്ന് നോക്കി. ഹോസ്റ്റലിൽ എത്താൻ ഒരു 20 മിനിറ്റ് എടുക്കും. അതുവരെ വിശന്നിരിക്കേണ്ട. സീറ്റിലിരുന്ന് തന്നെ കഴിച്ചോ, ജോമോൻ പറഞ്ഞു. അവൾ അപ്പോൾ അവൻ്റെ മുഖത്തേക്ക് നന്ദിയോടെ നോക്കി. കഴിച്ചോ, ബിരിയാണിയാണ്. അവൻ അത് പറഞ്ഞ ശേഷം വീണ്ടും ഓട്ടോ സ്റ്റാർട്ട് ചെയ്തു. നല്ല വിശപ്പും ക്ഷീണവും ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ബാമ വേഗം ആ പൊതി തുറന്നു. ആർത്തിയോടെ ഭക്ഷണം കഴിച്ചു. ഹോസ്റ്റൽ എത്താൻ ആകുമ്പോഴേക്കും അവൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിരുന്നു. ജോമോൻ കൊടുത്ത പൊതിയിൽ കുടിക്കാനുള്ള വെള്ളവും ഉണ്ടായിരുന്നു. അവൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു വെള്ളം കുടിച്ചു. അപ്പോഴേക്കും ഓട്ടോ ഹോസ്റ്റലിൻ്റെ മുറ്റത്ത് എത്തിയിരുന്നു. അവിടെ ചെന്ന് കൈ കഴുകിക്കോ, ജോമോൻ ഹോസ്റ്റലിൻ്റെ ഒരു ഓരത്തുള്ള പൈപ്പ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. ബാമ അവനെ ഒന്നുകൂടെ നോക്കി. എന്നിട്ട് അപ്പുറത്ത് പോയി കൈ കഴുകി തിരിച്ചു വന്നു. ശേഷം ജോമോനോടൊപ്പം ഹോസ്റ്റലിനുള്ളിലേക്ക് ചെന്നു. SI കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞതുകൊണ്ട് അവർ ചെന്നപ്പോൾ തന്നെ വാർഡന് അവരെ മനസ്സിലായി. വന്നാട്ടെ, SI സാർ വിളിച്ചു പറഞ്ഞിരുന്നു. മുകളിലാണ് മുറി, ഞാൻ കൊണ്ട് കാണിക്കാം. വാർഡൻ ഓഫീസ് റൂമിൽ തൂക്കിയിട്ടിരുന്ന ബോർഡിലെ കൊളുത്തിൽ നിന്ന് കീ എടുത്ത് സ്റ്റെയറിനടുത്തേക്ക് നടന്നു. ജോമോനും ബാമയും വാർഡനോടൊപ്പം ചെന്നു. വാർഡൻ വളരെ മെല്ലെയാണ് പടികൾ കയറിയത്. എന്തുപറ്റി, നടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ജോമോൻ അത് കണ്ടപ്പോൾ ചോദിച്ചു. നല്ല മുട്ടുവേദനയാ മോനെ. ഈ സ്റ്റെപ്പ് ഇങ്ങനെ കയറി ഇറങ്ങാനൊന്നും എന്നെക്കൊണ്ടാവില്ല. പിന്നെ കുറേ കാലമായിട്ട് നടത്തിക്കൊണ്ടുവരുന്ന സ്ഥാപനമാ. ഇട്ടേച്ച് പോകാൻ മനസ്സ് വരാത്തതുകൊണ്ടാ ഇപ്പോഴും തുടർന്നുകൊണ്ട് പോകുന്നത്. വന്നാട്ടെ, ഇതാ മുറി. വാർഡൻ മുകളിലെ നിലയിൽ ഇടതുവശത്തുണ്ടായിരുന്ന മുറി തുറന്നു കൊടുത്തു. ഉള്ളിൽ തന്നെ ബാത്റൂമുണ്ട്. മോള് കയറി നോക്കിക്കോ കേട്ടോ. രാത്രി ഭക്ഷണം ഇവിടെ ഉണ്ടാകും. സമയമാകുമ്പോൾ ഞാൻ വന്നു വിളിക്കാം. പേടിക്കണ്ട, ഞാനും മലയാളിയാ കുഞ്ഞേ. കണ്ണൂരാ വീട്. മൂപ്പർക്ക് പണ്ട് ഇവിടെ ആയിരുന്നു ജോലി. അങ്ങനെ കല്യാണം കഴിഞ്ഞപ്പോൾ മൂപ്പരുടെ കൂടെ വന്നതാ. പിന്നെ ഇവിടെ സ്ഥിരമായി. അന്നിവിടെ സ്ഥലത്തിന് വലിയ വിലയൊന്നുമില്ല. ആ കാലത്ത് മൂപ്പര് പണിതിട്ടതാ ഈ ഹോസ്റ്റൽ.
അതുകൊണ്ടെന്താ, അങ്ങേര് പോയിട്ടും എനിക്ക് ജീവിക്കാനുള്ള വക ഇതിൽ നിന്നുണ്ട്. മുകളിലെ മുറിയിലൊക്കെ കുട്ടികളുണ്ട്. അധികവും ജോലി ചെയ്യുന്നവരാണ്. പിന്നെ കുറച്ച് സ്റ്റുഡൻസും. ഒന്നുകൊണ്ടും പേടിക്കേണ്ട. തൊട്ടടുത്ത മുറിയിലൊക്കെ കുറച്ചു കഴിഞ്ഞാൽ ആള് വരും. എന്നാൽ ശരി, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, വാർഡൻ പറഞ്ഞു. ഭാമ ശരിയെന്ന് തലയാട്ടി. അവള് ബാഗ് അവിടെ കട്ടിലിൽ വെച്ചു. പിന്നെ വാതിലിന് പുറത്തേക്ക് ചെന്നു. വാർഡനോടൊപ്പം ജോമോനും ഇറങ്ങിപ്പോകുന്നത് അവൾ അവിടെ നിന്ന് കണ്ടു. പെട്ടെന്നാണ് ജോമോൻ ഒന്ന് തിരിഞ്ഞു നോക്കിയത്. ഒരു നിമിഷം അവൻ അവളെ നോക്കി. എന്നിട്ട് വാർഡനോട് ചോദിച്ചു, മേഡം, എനിക്ക് ആ കുട്ടിയോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഞാൻ ഒരു നിമിഷം ഒന്ന് സംസാരിച്ചോട്ടെ? ഓ ആയിക്കോട്ടെ, സംസാരിച്ചിട്ട് പോന്നോളൂ, വാർഡൻ അനുവാദം കൊടുത്തു. ജോമോൻ അപ്പോൾ ഭാമയ്ക്കരികിലേക്ക് ചെന്നു. അവൻ അടുത്തെത്തിയപ്പോൾ അവൾക്കെന്തോ ഒരാശ്വാസം ലഭിക്കുന്ന പോലെ തോന്നി. അവൻ അപ്പോൾ അവളോട് പറഞ്ഞു, ഇവിടെ പേടിക്കാനൊന്നുമില്ല, നല്ല സ്ഥലമാണ്. നാളെ പിന്നെ ഓർഫനേജിൽ നിന്ന് വിളിക്കാൻ വരില്ലേ? അവര് വന്ന് സ്റ്റേഷനിൽ പോയിട്ട് അവിടുന്ന് അങ്ങനെ നാട്ടിലേക്ക് പോകാം. ശരി, എന്നാൽ ഞാൻ വരട്ടെ. ജോമോൻ അവളോട് ചിരിച്ചുകൊണ്ട് തലയാട്ടി. ജോമോനോട് എന്തു പറയണമെന്ന് അവൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. മരണത്തിൽ നിന്ന് ഓടിക്കയറിയതാണ് അവൻ്റെ വണ്ടിയിലേക്ക്. അതും ഒരു ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിയത്. അറിയാത്ത സ്ഥലം, അറിയാത്ത ഭാഷ, അറിയാത്ത ആളുകൾ. മറ്റു വല്ല ഓട്ടോക്കാരുമായിരുന്നെങ്കിൽ ഒരു പക്ഷേ അപായപ്പെടുത്താൻ നോക്കിയിരുന്നെങ്കിലോ? റൂട്ട് തെറ്റിച്ച് മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയിരുന്നെങ്കിലോ? ഇപ്പോഴത്തെ കാലമല്ലേ, എന്തൊക്കെ കേൾക്കുന്നു. താൻ ഈ ആളിൻ്റെ ആരുമല്ലാതിരുന്നിട്ടു കൂടി തന്നോട് അത്രയും ദയ കാണിച്ച വ്യക്തിയാണ്. ജോമോനോട് അവൾക്ക് തീർത്താൽ തീരാത്ത നന്ദിയുണ്ടായിരുന്നു. അവളുടെ നന്ദിയും കടപ്പാടും എത്രത്തോളം ഉണ്ടെന്ന് വാക്കുകൾ കൊണ്ട് പറഞ്ഞു ഫലിപ്പിക്കാൻ അവൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ രണ്ട് കണ്ണും നിറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ മുന്നിൽ കൈകൂപ്പുകയാണ് ചെയ്തത്. കൈകൂപ്പി കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ ജോമോനാകെ എന്തോ പോലെയായി. ഏയ്, എന്തായി ഇത്? ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളൊക്കെ മനുഷ്യരല്ലേ. ആർക്കെങ്കിലും നമ്മളെക്കൊണ്ടാകുന്ന എന്തെങ്കിലും ചെറിയ സഹായം ചെയ്തു കൊടുക്കാൻ പറ്റിയാൽ അതൊക്കെ തന്നെയേ ഈ ജീവിതം കൊണ്ട് അർത്ഥമുള്ളൂ. കുട്ടി പേടിക്കേണ്ട. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാട്ടോ. എൻ്റെ നമ്പർ നോട്ട് ചെയ്തോളൂ. ഫോണുണ്ടോ കയ്യിൽ? ജോമോൻ അവളോട് ചോദിച്ചു. ഇല്ല, അവൾ പറഞ്ഞു. അവൻ അപ്പോൾ അവൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു ചെറിയ കടലാസും പേനയും എടുത്തു. അവൻ്റെ ഫോൺ നമ്പർ എഴുതി അവൾക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, പോകുന്നതിന് മുൻപ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവിടുത്തെ ലാൻഡ് ഫോണിൽ നിന്നോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയോ എന്നെ ഒന്ന് വിളിച്ചാൽ മതി. ഇതാണ് എൻ്റെ നമ്പർ, ഇത് വെച്ചോളൂ. ഭാമ അവൻ്റെ കയ്യിൽ നിന്ന് ആ നമ്പർ വാങ്ങി. എന്നാൽ ശരിയെന്ന് പറഞ്ഞ് അവൻ തിരിഞ്ഞു നടന്നു. കാവിമുണ്ടിൻ്റെ ഒരു തുമ്പ് പിടിച്ചുകൊണ്ട് നടന്നു പോകുന്നത് അവൾ അവിടെ നിന്നും നോക്കിക്കണ്ടു. അവൻ്റെ മൊബൈൽ നമ്പർ കയ്യിൽ കിട്ടിയതിൽ ഭാമയ്ക്ക് എത്രയോ ആശ്വാസമുണ്ടായിരുന്നു. സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ടുപോയി ഭക്ഷണം വാങ്ങിത്തന്നു. ഓട്ടോ ക്യാഷ് പോലും ചോദിച്ചിട്ടില്ല. ചോദിച്ചാലും കൊടുക്കാൻ തൻ്റെ കയ്യിൽ ഒന്നുമില്ല. അത്രയൊക്കെ ഉപകാരം ചെയ്തു തന്ന ആളാണ്. ശരി, പോട്ടെ എന്നു പറഞ്ഞു വാർഡനോടൊപ്പം പോകുമ്പോൾ ഇനി ഒരിക്കലെങ്കിലും കാണുമോ എന്ന് അറിയാതെ അവളുടെ നെഞ്ചിൽ ഒരു ചെറിയ പിടപ്പ് തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ ഫോൺ നമ്പർ കയ്യിൽ കിട്ടിയപ്പോൾ വല്ലാതെ സമാധാനം വീണ പോലെ ഭാമയ്ക്ക് തോന്നി. താഴെ പോയി വാർഡനെ കണ്ട് സംസാരിച്ച ശേഷമാണ് ജോമോൻ പുറത്തേക്കിറങ്ങിയത്. ഹോസ്റ്റലിൻ്റെ കോമ്പൗണ്ടിൽ നിന്ന് അവൻ്റെ ഓട്ടോ പോകുവോളം അവൾ ആ ബാൽക്കണിയിൽ തന്നെ നിന്നു. ഓട്ടോ ഗേറ്റ് കടന്നുപോയി. അവളുടെ കണ്ണിൽ നിന്നും ഓട്ടോ ദൂരെ മറഞ്ഞ ശേഷമാണ് ഭാമ അകത്തേക്ക് കയറിയത്. അകത്ത് കയറിയ പാടെ അവൾ വാതിൽ അടച്ചു കുറ്റിയിട്ടു. കട്ടിലിലേക്ക് മെല്ലെ തലവെച്ച് കിടന്നു. ഇന്നലെ ഈ സമയത്തൊക്കെ ആ ദുഷ്ടൻ്റെ കൂടെയായിരുന്നു. പുതിയൊരു ജീവിതത്തിൻ്റെ പ്രതീക്ഷയിലായിരുന്നു. ഇന്ന് മറ്റെവിടെയോ. എന്തായാലും വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ. രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്ന് ഓർക്കുമ്പോൾ അവൾക്ക് അപ്പോഴും തല കറങ്ങുന്ന പോലെ തോന്നി. കണ്ണിൽ നിന്നും അടർന്നു വീണ കണ്ണുനീർ തുള്ളികളുടെ നനവോടെ അവൾ ആ കട്ടിലിൽ മുഖം പൊത്തിക്കിടന്നു. ജോമോൻ പിറ്റേന്നും ഓട്ടോ ഓടിക്കുന്ന തിരക്കിലായിരുന്നു. പക്ഷേ അപ്പോഴൊക്കെയും അവൻ്റെ മനസ്സിൽ ഭാമയുടെ മുഖമുണ്ടായിരുന്നു. പേടിച്ച് കരഞ്ഞുകൊണ്ട് തൻ്റെ ഓട്ടോയിലേക്ക് ഓടിക്കയറിയ പെൺകുട്ടി. അവളുടെ നിസ്സഹായതയായിരുന്നു അവൻ്റെ മനസ്സിൽ വന്നു നിറഞ്ഞുകൊണ്ടിരുന്നത്. കുറച്ചെങ്കിലും ആശ്വാസം പകരാനും രക്ഷിച്ചെടുക്കാനും തനിക്ക് ആയല്ലോ എന്നൊരു സംതൃപ്തിയും ഉണ്ടായിരുന്നു. തലേ ദിവസം അവൾക്ക് ഫോൺ നമ്പർ കൊടുത്തു വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അതുവരെ അവൻ്റെ ഫോണിലേക്ക് അവളുടെ കോളുകളൊന്നും വന്നിട്ടില്ലായിരുന്നു. ഇന്ന് ഓർഫനേജിൽ നിന്ന് ആളുകൾ വരുമെന്നും കൂട്ടിക്കൊണ്ടു പോകുമെന്നുമാണ് പറഞ്ഞത്. എന്നിട്ടും ഇതുവരെ ഒന്നും വിളിച്ചില്ലല്ലോ, ജോമോൻ മനസ്സിലോർത്തു. എന്തായാലും കാര്യങ്ങൾ അറിയാൻ വേണ്ടി അവൻ SI സാറിനെ വിളിച്ചു.
സുമേഷിനെയും കൂട്ടാളികളെയും ഇന്നലെ ഫ്ലാറ്റിൽ നിന്നും പിടിച്ച കാര്യം SI ആണ് ജോമോനോട് പറഞ്ഞത്. അവൻ്റെ കൂട്ടത്തിൽ കുറേ ആളുകളുണ്ടത്രേ. ആ ഫ്ലാറ്റ് വാടകയ്ക്കെടുത്ത് അതിൽ കുറേ പെൺകുട്ടികളെ കൊണ്ടുവന്നിട്ട് ഓരോരുത്തന്മാരെ വിളിച്ചു കയറ്റി കാശുണ്ടാക്കലാണ് അവൻ്റെ പണി. അവൻ്റെ അച്ഛനും അമ്മയും ഒക്കെ എന്നോ മരണപ്പെട്ടു പോയതാണ്. അച്ഛൻ്റെയും അമ്മയുടെയും വേഷം കെട്ടി ഓർഫനേജിൽ പോയി നാടകം കളിച്ചതും ഇവൻ്റെ കൂട്ടത്തിൽ ഉള്ളവർ തന്നെയാണ്. എന്തായാലും എല്ലാവരെയും പൊക്കിയിട്ടുണ്ട്, SI അവനോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ ജോമോന് മനസ്സിൽ ആശ്വാസം തോന്നി. ഒന്നും അറിയാത്ത പാവം പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ച് പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഇവനെയൊക്കെ ഇങ്ങനെ ശിക്ഷിച്ചാൽ പോരാ. സുമേഷിൻ്റെ കാര്യം ഓർത്തപ്പോൾ ജോമോൻ്റെ മനസ്സിൽ ദേഷ്യം വന്നു നിറഞ്ഞു. സുമേഷിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് SI ബാമയുടെ കാര്യം പറഞ്ഞത്. ഓർഫനേജിലുള്ളവർ വൈകിട്ടോടെ ഇവിടേക്ക് എത്തുമെന്നാണ് പറഞ്ഞത്. അവർ പുലർച്ചയ്ക്കുള്ള ട്രെയിനിന് തന്നെ തിരിച്ചിട്ടുണ്ട്. പക്ഷേ ആ കുട്ടിക്ക് സുഖമില്ല. ഇന്നലെ രാത്രിയോട് കൂടി നല്ല പനി. ഇപ്പോൾ ഇവിടെ ടൗണിൽ TMT ഹോസ്പിറ്റലിലുണ്ട്. ഹോസ്റ്റലിൽ നിന്നും വാർഡൻ വിളിച്ചിരുന്നു. SI പറഞ്ഞപ്പോഴാണ് ജോമോൻ കാര്യം അറിഞ്ഞത്. ആണോ സർ? അവൻ SIയോട് ചോദിച്ചു. വേറെ കുഴപ്പമൊന്നുമില്ല. ക്ഷീണം കൊണ്ടും പേടികൊണ്ടുമൊക്കെ പനിച്ചു പോയതായിരിക്കും. ഞാൻ ഹോസ്പിറ്റലിൽ വിളിച്ചിരുന്നു. SI അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ശേഷം അല്പം കൂടി സംസാരിച്ചു കഴിഞ്ഞ് അവർ ഫോൺ വെച്ചു. ഫോൺ കട്ടാക്കിയ ശേഷം ജോമോൻ നേരെ ഓട്ടോ സ്റ്റാർട്ടാക്കി TMT ഹോസ്പിറ്റലിലേക്ക് വെച്ചു പിടിച്ചു. അവൻ ഹോസ്പിറ്റലിലെ കൗണ്ടറിലെത്തി ബാമയെക്കുറിച്ച് അന്വേഷിച്ചു. അവൻ വാർഡിലേക്ക് ചെല്ലുമ്പോൾ അവൾ അവിടെ ഡ്രിപ്പിട്ട് കിടക്കുകയായിരുന്നു. ജോമോനെ കണ്ടതും അവൾ പെട്ടെന്ന് കിടക്കുന്നിടത്തു നിന്ന് എഴുന്നേൽക്കാൻ നോക്കി. വേണ്ട, എണീക്കണ്ട. എങ്ങനെയുണ്ട്? അവൻ ചോദിച്ചു. ചെറുതായി ഒന്ന് പനിച്ചു, അവൾ പറഞ്ഞു. പേടിച്ച് പനിച്ചതായിരിക്കും. സാരമില്ല. ഇപ്പോൾ കുറവുണ്ടോ? അവൻ തിരക്കി. ഉണ്ട്, അവൾ പറഞ്ഞു. ഞാൻ SI സാറിനെ വിളിച്ചപ്പോഴാണ് വിവരം അറിഞ്ഞത്. അറിഞ്ഞപ്പോൾ ഒന്ന് വന്ന് കാണാമെന്ന് കരുതി. കുടിക്കാൻ എന്തെങ്കിലും വേണോ? ചായയോ മറ്റോ വാങ്ങിക്കണോ? ഞാൻ വാങ്ങിക്കൊണ്ടുവരാം, ജോമോൻ പറഞ്ഞു. വേണ്ട, ഒന്നും വേണ്ട. നേഴ്സ് ഇപ്പോൾ കഞ്ഞി കൊണ്ടു തന്നിരുന്നു, അത് കുടിച്ചു, അവൾ പറഞ്ഞു. ജോമോൻ അപ്പോൾ അവൻ്റെ വാച്ചിലേക്ക് സമയം നോക്കി. എന്നിട്ട് പറഞ്ഞു. ഞാനൊന്ന് പോയിട്ട് വരാട്ടോ. എൻ്റെ മോളെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടു വരണം. എക്സാം ആണ്. സ്കൂൾ വിടാനുള്ള ടൈമായി. അത് പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്ന് പോയി. പെട്ടെന്ന് അത് കേട്ടപ്പോൾ ബാമയ്ക്ക് എന്തോ വല്ലാത്തൊരു വിഷമം വന്നു നിറയുന്ന പോലെ തോന്നി. കല്യാണം കഴിഞ്ഞ് ഭാര്യയും കുട്ടിയും ഒക്കെ ഉള്ള ആളാണെന്ന് അവൾ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. അവൾ കുറച്ചു നേരം എന്തൊക്കെയോ ഓർത്തുകൊണ്ട് അങ്ങനെ കിടന്നു. പിന്നെ അവൾക്ക് തന്നെ തോന്നി, താൻ എന്തിനാ അതോർത്ത് ടെൻഷനാകുന്നത്? ആളെന്നെ രക്ഷിക്കുകയൊക്കെ ചെയ്തില്ലേ? എന്നെ സഹായിക്കുകയും കൂടെ നിൽക്കുകയും ഒക്കെ ചെയ്തെന്ന് കരുതി ആൾക്ക് കുടുംബവും കുട്ടികളും ഉണ്ടായിക്കൂടെന്നുണ്ടോ? ആളിന് നമ്മളോടുള്ള പെരുമാറ്റം എങ്ങനെയാണ്, അത് നോക്കിയാൽ പോരെ? അവൾ എന്തൊക്കെയോ ഓർത്തുകൂട്ടി നിരാശയോടെ അങ്ങനെ കിടന്നു. 1 മണിക്കൂർ കഴിഞ്ഞ് കുഞ്ഞിനെയും കൂട്ടി ജോമോൻ വീണ്ടും അങ്ങോട്ടെത്തി. 5 വയസ്സോളം പ്രായം തോന്നിക്കുന്ന ഒരു മിടുക്കി കുട്ടി. വെളുത്ത നിറം, ഉണ്ട കണ്ണുകൾ, 2 ഭാഗവും കെട്ടിവെച്ചിരിക്കുന്ന നീളൻ മുടി. ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ശരിക്കും ഒരു മാലാഖയെപ്പോലെ തന്നെ. ജോമോൻ്റെ കൈ പിടിച്ചുകൊണ്ട് ആ കുഞ്ഞ് ബാമ കിടക്കുന്ന വാർഡിലേക്ക് എത്തിയപ്പോൾ അവിടെ അവളുടെ ഓർഫനേജിലെ സിസ്റ്റർമാരും ഉണ്ടായിരുന്നു. ജോമോനെ കണ്ടപ്പോൾ സിസ്റ്റർമാർ ആരാണെന്ന് മനസ്സിലാവാതെ നോക്കി. ഞാൻ പറഞ്ഞില്ലേ ആൻറ്റി, എന്നെ ഇന്നലെ രക്ഷിച്ച ആളാ. ഓ, മനസ്സിലായി. ജോമോൻ അല്ലേ പേര്? ബാമ പറഞ്ഞിരുന്നു. ഒരുപാട് നന്ദിയുണ്ട്. സിസ്റ്റർ ജോമോന് മുന്നിൽ കൈകൂപ്പി. എന്നെക്കൊണ്ടാവുന്ന ഒരു സഹായം ഞാൻ ചെയ്തു. അങ്ങനെ കൂട്ടിയാൽ മതി. ജോമോൻ്റെ കുഞ്ഞ് അപ്പോൾ സിസ്റ്റർമാരെയും ബാമയെയും ഒക്കെ മാറി മാറി നോക്കുകയായിരുന്നു. മോളിങ്ങ് വന്നേ. എക്സാം കഴിഞ്ഞോ? സിസ്റ്റർ ചോദിച്ചു. ഓ, കഴിഞ്ഞു. ലയമോൾ ക്ലാസ്സിൽ ഫസ്റ്റാ, ആ കുട്ടി കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു. ആണോ, മിടുക്കി. സിസ്റ്റർ അത് പറഞ്ഞ് അവളെ കൊഞ്ചിച്ചു. ബാമയും 2 സിസ്റ്റർമാരും അത്യധികം ഇഷ്ടത്തോടെ ആ കുഞ്ഞിനെ നോക്കി. ആ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ബാമയുടെ ചുണ്ടിലും മുഖത്തും നിറയെ വാത്സല്യമായിരുന്നു. ജോമോൻ എങ്ങനെയാ നാട്ടിൽ നിന്ന് ഇവിടെ എത്തിയത്? ശരിക്കും സ്വദേശം എവിടെയാണ്? സിസ്റ്റർ ജോമോനോട് തിരക്കി. ഞാൻ തൃശ്ശൂരാണ്. ഇവിടെ വന്നിട്ടിപ്പോൾ 4 വർഷമായി, ജോമോൻ പറഞ്ഞു. അത് ശരി. ഇവിടെ ഓട്ടോ ഓടിക്കുന്ന ജോലിയായിട്ട് തന്നെ വന്നതാണോ? അല്ലെങ്കിൽ വേറെ എന്തിൻ്റെയെങ്കിലും ഇടയിലൂടെ ഓട്ടോ ഓടിക്കുന്നതാണോ? സിസ്റ്റർ ചോദിച്ചു. അങ്ങനെ ചോദിച്ചാൽ ജോലി ഓട്ടോ ഓടിക്കൽ തന്നെയാണ്. പിന്നെ ഇവിടെ എത്തിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, മോളെ എനിക്ക് തന്നിട്ട് പ്രസവത്തോടെ അവളുടെ അമ്മ പോയി.
ദൈവം അവൾക്ക് അത്രയേ ആയുസ് കൊടുത്തുള്ളൂ. അവളില്ലാതെ നാട്ടിൽ പിന്നെ നിന്ന് പോരാൻ കഴിഞ്ഞില്ല. അവളുടെ ഓർമ്മകളും സങ്കടവും ഒക്കെ കൂടെ എന്നെ മാനസികമായി വല്ലാതെ തകർത്തു. കുഞ്ഞിനെ എന്നിൽ നിന്നും തട്ടിപ്പറിച്ച് അവളുടെ വീട്ടുകാർക്ക് വേണമെന്നും പറഞ്ഞു ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അവൾ പോയെങ്കിലും എൻ്റെ മോളെ എനിക്ക് ആർക്കും വിട്ടുകൊടുക്കാൻ കഴിയില്ല. തൽക്കാലത്തേക്ക് ഒന്ന് അവിടെ നിന്നും മാറി നിൽക്കാം എന്ന് കരുതിയാണ് ഇങ്ങോട്ട് പോന്നത്. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് ഇവിടെ, അങ്ങനെ വന്നതായിരുന്നു. വന്നപ്പോൾ പിന്നെ ഒരു തിരിച്ചുപോക്കിന് മനസ്സുണ്ടായില്ല. ക്രിസ്മസോ ഈസ്റ്ററോ ഒക്കെ വരുമ്പോൾ തറവാട്ടിലൊന്ന് പോകും, എല്ലാവരെയും ഒന്ന് കണ്ടിട്ട് പോരും. അങ്ങനെ പിന്നെ ഇവിടെ തന്നെ സ്ഥിരമായി. എൻ്റെ അമ്മച്ചിയുണ്ട് ഇവിടെ മോളെ നോക്കാൻ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ജോമോൻ പറഞ്ഞു. കണ്ണുകൾ ചെറുതായി നിറഞ്ഞുകൊണ്ടാണ് അവൻ അത്രയും പറഞ്ഞത്. ഭാര്യയുടെ കാര്യം പറയുമ്പോൾ വല്ലാത്ത വിഷമമുള്ളതായി അവൻ്റെ സംസാരത്തിൽ തന്നെ അറിയാമായിരുന്നു. ബാമ അപ്പോൾ അവൻ്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ആൻറ്റിക്ക് പനിയാണോ? മോൾ അത് ചോദിച്ചുകൊണ്ട് ബാമയ്ക്കരികിലേക്ക് ചെന്നു. പനിയാണ്. മോൾക്ക് പനി കിട്ടണ്ടാട്ടോ. ആൻറ്റി പനി മാറിയിട്ട് മോളെ എടുക്കാട്ടോ, ബാമ സ്നേഹത്തോടെ കുഞ്ഞിനോട് പറഞ്ഞു. മോൾക്ക് അല്ലേലും പനി ഇഷ്ടമല്ല, കുഞ്ഞ് കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു. ബാമ വാത്സല്യത്തോടെ ഒന്നുകൂടെ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. കുറച്ചു സമയം അവരവിടെ തന്നെ നിന്നു. അല്പം കഴിഞ്ഞ് അവർക്കുള്ള ചായയും മറ്റും വാങ്ങി നൽകി ജോമോൻ അവിടെ നിന്ന് തിരിച്ചുപോയി. ബാമയ്ക്ക് പനി ആയതുകൊണ്ട് തന്നെ അന്ന് അവർക്ക് നാട്ടിലേക്ക് തിരിക്കാൻ കഴിഞ്ഞില്ല. പിറ്റേന്ന് അവർ സ്റ്റേഷനിൽ ചെന്ന് കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് വൈകുന്നേരത്തോടു കൂടെ പാലക്കാടേക്ക് ട്രെയിൻ കയറാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. പോവുകയാണെന്ന് പറയാനും പറ്റുമെങ്കിൽ ഒന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ കൊണ്ടുവിടാനുമായി ബാമ ജോമോൻ്റെ ഫോണിലേക്ക് വിളിച്ചു. അവൻ ഒരു മടിയും കൂടാതെ ചെന്ന് അവരെ റെയിൽവേ സ്റ്റേഷനിൽ വിട്ടു. സിസ്റ്റർമാർ കൂടെയുള്ളതുകൊണ്ട് തന്നെ ബാമയ്ക്ക് അവനോട് ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് തന്നെ ട്രെയിൻ വന്നു നിൽക്കുകയും ചെയ്തു. ബാമ സിസ്റ്റർമാർക്കൊപ്പം ട്രെയിനിൽ കയറി. ജനലിനടുത്തുള്ള സീറ്റിലിരുന്നു. ആദ്യമായി സുമേഷിനൊപ്പം ചെന്നൈയിലേക്ക് വരുമ്പോൾ പുറത്തെ കാഴ്ചകൾ കാണാനായി അവൾ ജനൽക്കമ്പികൾക്കിടയിലൂടെ അത്ഭുതത്തോടെ പുറത്തേക്ക് നോക്കിയിരുന്നു. അതുപോലെ തന്നെ അപ്പോഴും അവൾ വെപ്രാളപ്പെട്ട് ജനലിലൂടെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് പുറമേയുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടിയായിരുന്നില്ല, സ്റ്റേഷനിൽ നിൽക്കുന്ന ജോമോനെ കണ്ടുകൊണ്ടിരിക്കാനായിരുന്നു. ട്രെയിൻ നീങ്ങി തുടങ്ങിയപ്പോഴും അവൾ ജനൽക്കമ്പികൾക്കിടയിലൂടെ ജോമോനെ നോക്കി. സിസ്റ്റർമാർ ജോമോനെ കൈവീശി കാണിച്ചു. ജോമോൻ തിരിച്ചും കൈവീശി. നിമിഷങ്ങൾക്കകം തന്നെ ട്രെയിനിൻ്റെ സ്പീഡ് കൂടി. ആരോ വേണ്ടപ്പെട്ടൊരാൾ അകന്നു പോകുന്ന പോലെ അവർക്ക് രണ്ടുപേർക്കും അപ്പോൾ തോന്നി. ബാമയുടെ മനസ്സ് പൂർണ്ണമായും അപ്പോൾ ജോമോനോടൊപ്പം തന്നെയായിരുന്നു. സുമേഷ് എന്ന ചതിയൻ്റെ കൂടെ ചെന്നൈ പോലൊരു സിറ്റിയിലെത്തി. അവിടെ നിന്നും ദൈവത്തെപ്പോലെ ഒരാളെ പരിചയപ്പെടാൻ സാധിച്ചു. ജോമോനെ കണ്ടുമുട്ടിയ ആ ഒരു നിമിഷം മതിയായിരുന്നു സുമേഷിനെപ്പോൽ ഒരുത്തൻ്റെ ചതി മറക്കാൻ. ജോമോനെ മനസ്സിൽ പതിപ്പിച്ചുകൊണ്ടാണ് ബാമ ചെന്നൈയിൽ നിന്ന് തിരിച്ചത്. രണ്ടാം വിവാഹക്കാരനായിരുന്നിട്ടും 4 വയസ്സുള്ള ഒരു മോളുണ്ടായിരുന്നിട്ടും അവൾ ജോമോനെ തൻ്റെ ഭർത്താവായി സ്വീകരിക്കാനുള്ള കാരണവും അതുതന്നെയായിരുന്നു. അവൻ അവളോട് കാണിച്ച വലിയൊരു ദയ. ചെന്നൈ പോലൊരു സിറ്റിയിൽ ഒറ്റപ്പെട്ടപ്പോൾ അവൻ കൊടുത്ത സംരക്ഷണം, അത് അവളുടെ ജീവനേക്കാൾ വിലയുള്ളതാണ് എന്ന് അവൾക്കറിയാമായിരുന്നു. തൻ്റെ ജീവൻ നിലനിൽക്കാൻ കാരണമായ വലിയൊരു സഹായം. അതുകൊണ്ട് തന്നെ അമ്മയില്ലാത്ത അവൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാണ് ഇന്നവൾ. ഒപ്പം അവൻ്റെ രണ്ടാമത്തെ കുഞ്ഞിനെ പ്രസവിക്കാൻ പോകുന്ന പെൺകുട്ടിയും. ജോമോനും മോളും ജോമോൻ്റെ അമ്മച്ചിയും ലേബർ റൂമിൻ്റെ മുന്നിൽ കാത്തു നിൽക്കുകയാണ്. അച്ഛാ, വാവ വരാനായോ? മോൾ ഇടയ്ക്ക് ജോമോനോട് ചോദിക്കുന്നുണ്ട്. ഇപ്പം വരൂട്ടോ, ജോമോൻ അവളുടെ കുഞ്ഞിക്കവിളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. അപ്പോഴാണ് ലേബർ റൂമിൻ്റെ വാതിൽ തുറന്നുകൊണ്ട് വെള്ള വസ്ത്രം ധരിച്ച നേഴ്സ് അങ്ങോട്ട് എത്തിയത്. ബാമ പ്രസവിച്ചു, ആൺകുട്ടിയാണ്. കുഞ്ഞിനെ ഇപ്പോൾ കാണിക്കും കേട്ടോ, നേഴ്സ് പറഞ്ഞു. അത് കേട്ടതും ജോമോൻ്റെയും അമ്മച്ചിയുടെയും മോളുടെയും മുഖത്ത് അതിരില്ലാത്ത സന്തോഷം വന്നു നിറഞ്ഞു. സിസ്റ്റർ ബാമ, അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ജോമോൻ വേഗത്തിൽ നേഴ്സിനോട് ചോദിച്ചു. ഇല്ല, അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു. സിസ്റ്റർ പറഞ്ഞു തീരുന്നതിന് മുൻപ് തന്നെ അകത്തുനിന്ന് മറ്റൊരു സിസ്റ്റർ അങ്ങോട്ട് വന്നു. കയ്യിൽ വെള്ള തുണിയിൽ പൊതിഞ്ഞ അവൻ്റെ കുഞ്ഞു പൈതലുമുണ്ടായിരുന്നു. കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് ജോമോൻ സിസ്റ്ററുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങിയത്. കുഞ്ഞിൻ്റെ പഞ്ഞിപോലുള്ള കവിളിൽ അവനൊരു ഉമ്മ കൊടുത്തു. ശേഷം മോളുടെയും അമ്മച്ചിയുടെയും കയ്യിൽ കുഞ്ഞിനെ എടുക്കാൻ വെച്ചുകൊടുത്തു. എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ മുഹൂർത്തമായിരുന്നു അത്.
എല്ലാം കഴിഞ്ഞു ബാമയെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ജോമോന്റെ അമ്മച്ചിയും മോളും അവനും കൂടെ അവളെയും കുഞ്ഞിനെയും കാണാനായി റൂമിലേക്ക് എത്തി. മരണവേദന സഹിച്ചു കഴിഞ്ഞ് തന്റെ കുഞ്ഞു പൈതലിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് കിടക്കുന്ന ബാമയെ കണ്ടപ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇങ്ങനെ ഒരു ദിവസമാണ് തന്റെ മോൾക്ക് അവളുടെ അമ്മയെ നഷ്ടപ്പെട്ടത്. ആദ്യ ഭാര്യയുടെ മരണം കൂടി മനസ്സിലേക്ക് വന്നപ്പോൾ ജോമോന്റെ ഫീലിങ്സിന് അതിരുകളില്ലായിരുന്നു. അവൻ അപ്പോൾ ബാമയ്ക്കരികിലേക്ക് ചെന്നു. അമ്മച്ചിയുടെയും മോളുടെയും അവിടെയുള്ള നേഴ്സുമാരുടെയും ഒക്കെ മുന്നിൽ വെച്ച് തന്നെ അവൻ ബാമയുടെ കവിളിലും നെറ്റിയിലും മാറി മാറി ചുംബിച്ചു. സങ്കടം സഹിക്കാനാകാതെ ബാമയുടെ കണ്ണുകളും അപ്പോൾ നിറഞ്ഞൊഴുകി. അവൻ അവളുടെ തലയിൽ തലോടി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, താങ്ക്സ് എൻ്റെ 2 മക്കൾക്കും അമ്മയായതിന്. ബാമ അപ്പോൾ ലയമോളുടെ നേരെ കൈനീട്ടി. ആ കുഞ്ഞ് ഓടിപ്പോയി അവളുടെ കൈയിലേക്ക് ചേർന്ന് കിടന്നു. അവൾ മോളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു. എന്നിട്ട് ജോമോന്റെ നിറഞ്ഞ കണ്ണുകൾ അവൾ കൈയേന്തി തുടച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, താങ്ക്സ് ഞാനാണ് പറയേണ്ടത്. എനിക്കൊരു നല്ല ജീവിതം തന്നതിന്, 2 പൊന്നു മക്കളെ തന്നതിന്, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു അമ്മച്ചിയെ തന്നതിന്. അവൾ ജോമോനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മോള് വാവയ്ക്ക് ഒരു ഉമ്മ കൊടുത്തേ, ബാമ മോളെ തലോടിക്കൊണ്ട് പറഞ്ഞു. മോൾ അപ്പോൾ അനിയനെ പതിയെ പിടിച്ചുകൊണ്ട് കവിളിൽ ഉമ്മ വെച്ചു. വാവ നല്ല പഞ്ഞി പോലുണ്ട്. അത് പറഞ്ഞ് അനിയന്റെ അടുത്ത് ചേർന്ന് കിടന്നു. അവരുടെ സ്നേഹം കണ്ട ജോമോന്റെ അമ്മച്ചി മുകളിലേക്ക് നോക്കി കുരിശു വരച്ചു. ഒരിക്കൽ കുറെ കരഞ്ഞവനാണ് എൻ്റെ മോൻ. ഇപ്പോൾ നീ അവന് കൊടുത്ത നല്ല ജീവിതത്തിനായി സ്തോത്രം കർത്താവേ. അമ്മച്ചി അത് പറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണുനീർ തുടച്ചു. ജോമോൻ അപ്പോൾ അവന്റെ കുഞ്ഞു മോനെ എടുത്ത് നെറ്റിയിൽ ഒന്നുകൂടി ഉമ്മ വെച്ച ശേഷം അമ്മച്ചിയുടെ കൈകളിലേക്ക് കൊടുത്തു. അമ്മച്ചി വാത്സല്യത്തോടെ കുഞ്ഞിനെ വാങ്ങി റൂമിലൂടെ കൊണ്ടു നടന്നു. മോള് വല്യമ്മച്ചിയുടെയും അനിയന്റെയും പിറകെ പോയി. ജോമോൻ അപ്പോൾ ആരും കാണാതെ ബാമയുടെ വയറിലൊരു ഉമ്മ കൊടുത്തു. അവൾ നിറഞ്ഞ കണ്ണുകളോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് പറഞ്ഞു, ഏട്ടനാണെൻ്റെ സ്വർഗം. അവൻ അപ്പോൾ അവളുടെ കൈകൾ ഒന്ന് മുറുകെ പിടിച്ചു അവന്റെ നെഞ്ചോരം ചേർത്ത് വെച്ചു. എന്നിട്ട് മെല്ലെ അവളുടെ കാതിൽ മന്ത്രിച്ചു, നീ എൻ്റെയും